ഓം വാങ്മേ മനസി പ്രതിഷ്ഠിത മനോ മേ വാചി പ്രതിഷ്ഠിതം ആവിരാവിർമ ഏധി വേദസ്യ മഹാനിസ്തഃ ശ്രുതം മേ മാ പ്രഹാസീഹി അനേനാധീരേണ ഹോരാത്രാൻ സന്തതാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവദോ തദ്ഭക്താരമവദോ അവതു മാം അവതു ഭക്താരം അവതു ഭക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. അധ്യായം 2 ഭാഗം 1 മലയാളം ബുക്കിൽ പേജ് 96. അപക്രാമന്ത ഗർഭിണ്യഃ പുരുഷോ ഹവാ അയം ആദിതോ ഗർഭോ ഭവതി യദേതത് രഥഃ തദേതത് സർവേഭ്യാം അംഗേഭ്യസ്തേജഃ സംഭൂതം ആത്മന്യേവാത്മാനം ബിഭർത്തി തത് യഥാ സ്ത്രിയാ സിഞ്ചതി തദേന ജനയതി തദസ്യ പ്രഥമം ജന്മ. ഇപ്പൊ ഇവിടെ ഗർഭിണികളായ സ്ത്രീകള് പുറത്തുപോയി ഇരിക്കാൻ ആവശ്യപ്പെട്ടതിന് ശേഷം ഈ ഉപനിഷത്ത് തുടങ്ങുകയാണ്. അപ്പൊ ഇവിടെ സൃഷ്ടിയെക്കുറിച്ചുള്ള പ്രസവ സംബന്ധമായ കാര്യങ്ങൾ പറയുകയാണ്. ഇപ്പോൾ ഒരു ഗർഭിണിക്ക് അത് കേട്ടിട്ട് ഒരുപക്ഷെ അവരുടെ മനസ്സിൽ മറ്റൊരു ചിന്ത വരാൻ പാടില്ല, ഭയം വരാൻ പാടില്ല. കാരണം ഒരു ചിന്ത പോലും ജനിക്കാനിരിക്കുന്ന കുട്ടിയെ ബാധിക്കും എന്ന് ഋഷിക്കെന്നറിയാമായിരുന്നു. ഒരു ഗർഭിണി എന്ത് കാണണം കേൾക്കണം എന്നൊക്കെ നല്ല ബോധത്തോടു കൂടി തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടു, ആ ഒരു ലൈംഗിക ക്രിയയോടുകൂടി ഒന്നാം ജന്മം, പ്രഥമം ജന്മമാണ്. അപ്പൊ നല്ല അച്ഛനും അമ്മയും ആകുവാനുള്ള തയ്യാറെടുപ്പ് നടത്തണം. അതാണ് കുട്ടികളൊക്കെ യാദൃശ്യമായി ആക്സിഡന്റിലായിട്ടാണ് പലപ്പോഴും ഉണ്ടായി പോകുന്നത്, അല്ലേ? അങ്ങനെ സംഭവിച്ചുകൂടാ. നല്ല തയ്യാറെടുപ്പോടുകൂടി കുട്ടികളെ ഉണ്ടാക്കണം എന്ന് പറയുന്നതാണ്. അതാണ് സൽസന്തതികൾ ശരിക്കും. മാത്രമല്ല ആ അമ്മയുടെ വിചാരം ഇപ്പൊ ചില സമയത്തൊക്കെ നമുക്കറിയാം ഈ ആത്മഹത്യാ പ്രവണതകൾ, അല്ലേ? അതായത് പൊതുവെ എന്താ ആത്മഹത്യകളൊക്കെ ചെയ്യാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നിരാശ, അങ്ങനെ പല പല റീസണാണ്, അല്ലേ? എന്തെങ്കിലും പരാജയ കാരണങ്ങളൊക്കെ ഫേസ് ചെയ്യാൻ പറ്റാതെ. പക്ഷെ ഇതെല്ലാം ഉണ്ടായിട്ടും യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ ഇരുന്നിട്ട് ചിലർ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്.
അല്ലെങ്കിൽ അതിന് ശ്രമം നടത്തുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ തവണ ശ്രമം നടത്തിയ ആൾക്കാരുണ്ട്. എന്താ അതിന് കാരണം? അതായത് വീട്ടിൽ പ്രശ്നമില്ല, ഓഫീസിൽ പ്രശ്നമില്ല, ഒന്നുമില്ല, എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ തോന്നൽ. ചിലര് വിജയിക്കുന്നുണ്ട്, ചിലര് പരാജയപ്പെടുന്നുണ്ട്, അങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നുണ്ട്. അപ്പോ ഒരിക്കല് മനഃശാസ്ത്രജ്ഞന്മാർ ഇതില് ഒരു വലിയൊരു ഗവേഷണം നടത്തി. ഒരു 100ഓളം ഇങ്ങനെയുള്ള ഈ ആത്മഹത്യ ചെയ്ത, അതായത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആത്മഹത്യ നടത്തിയത് അല്ലെങ്കിൽ അതിന് ശ്രമിച്ച് പരാജയപ്പെട്ട ഇവരുടെ അമ്മമാരിലെ ഒരു പരീക്ഷണം നടത്തി. അതിന്റെ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ കണ്ടത് എന്താന്ന് ചോദിച്ചാല്, ഇവര് ഗർഭം ധരിച്ച സമയത്ത് അമ്മ തീരുമാനിച്ചു, അല്ലെങ്കിൽ അമ്മ അച്ഛനും കൂടെ തീരുമാനിച്ചു, തൽക്കാലം ഇപ്പൊ കുട്ടി വേണ്ട, അബോർട്ട് ചെയ്ത് കളയാം. അങ്ങനെ ആലോചിച്ചു, തീരുമാനമൊക്കെ ഉറപ്പിച്ചു, ഡോക്ടറെയൊക്കെ കണ്ടു. പിന്നെ ചിലപ്പോൾ ഡോക്ടറുടെ ഉപദേശപ്രകാരമായിരിക്കാം, അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഉപദേശപ്രകാരമായിരിക്കാം ഈ തീരുമാനം പിന്നീട് മാറ്റുന്നു. പക്ഷെ ഇവരുടെ ഉള്ളില് ഇപ്പൊ തൽക്കാലം കാരണം അത് ഓഫീസ് ഔദ്യോഗികപരമായ ബുദ്ധിമുട്ടുണ്ടാവാം, അല്ലെങ്കിൽ ജോലി ട്രാൻസ്ഫർ, അങ്ങനെ പല പറയാറില്ലേ കുടുംബത്തിലെ ബുദ്ധിമുട്ട്. അപ്പൊ ഈ സമയത്ത് ഒരു കുട്ടി ഉണ്ടായാൽ അത് വളർത്താനുള്ള ബുദ്ധിമുട്ടൊക്കെ ഓർത്തായിരിക്കാം കുട്ടി വേണ്ടാന്ന് തീരുമാനിച്ചത്. പക്ഷെ മറ്റു പല സാഹചര്യങ്ങൾ കൊണ്ടും പിന്നീട് ആ തീരുമാനം മാറ്റുന്നു. ആദ്യം ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഉറച്ചു നിന്നതാണ്, എല്ലാ തയ്യാറെടുപ്പ് നടത്തിയതാണ്. പക്ഷെ പിന്നീട് വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് ജനിക്കുന്ന കുട്ടികളില് ഈ ആത്മഹത്യാ ടെൻഡൻസി എപ്പോഴും ഉണ്ടാകത്തില്ലേ. എങ്ങനെയോ ഉള്ളിലിരുന്നു കൊണ്ട് അവരോട് ആരോ നീ ഇവിടെ ഒരു അധികപ്പറ്റാണ് അല്ലേ, ജനിക്കേണ്ടതില്ല എന്നൊരു തോന്നൽ വരും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു അമ്മയുടെ മനസ്സിലുണ്ടാകുന്ന സൂക്ഷ്മമായ ഒരു ചിന്ത പോലും അത് ഗർഭസ്ഥ ശിശുവിനെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട്. ഇതൊക്കെ ഇന്ന് ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ച അവരുടെ ഗവേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങളാണ്. എന്നാല് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഋഷി ഒരു കുടിലിരുന്ന് ഉപദേശം നൽകുമ്പോൾ ഒരു ഗർഭിണിയോട് പുറത്തു പോയിരിക്കാൻ പോലും പറയുന്ന രീതിയിലേക്ക് അന്ന് അത്രമാത്രം അവര് ചിന്താഗതി വർദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലേ? എന്ന് ആലോചിച്ച് നോക്കൂ. തദസ്യ പ്രഥമം ജന്മ. ഇപ്പൊ ഒരു കുട്ടിയുടെ ഭാഗതയും ആ സമയത്ത് നിർണയിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നു. തുടർന്ന് രണ്ടാമത്തെയും മൂന്നാമത്തെയും മന്ത്രങ്ങൾ. തത് സ്ത്രീയാ ആത്മഭൂയാം ഗച്ഛതി യഥാ സ്വമംഗം തഥാ തസ്മാദേനാം ന ഹിനസ്തി സാസൈദം ആത്മാനം അത്ര ഗതം ഭാവയതി തസ്ത്രിയാ ആത്മഭൂയാം ഗച്ഛതി. ആത്മഭൂയം ഗച്ഛതി യഥാ സ്വമംഗം തഥാ തസ്മാദേനാം ന ഹിനസ്തി സാസൈദം ആത്മാനമത്ര ഗതം ഭാവയതി. മൂന്നാമത്തെ മന്ത്രം. സാ ഭാവയിത്രീ ഭാവയിതവ്യാ ഭവതി തം സ്ത്രീ ഗർഭം ബിഭർത്തി സഹ അഗ്രേ ഏവ കുമാരം ജന്മനഃ അഗ്രേ അതിഭാവയതി സയത് കുമാരം ജന്മനഃ അഗ്രേ അതിഭാവയതി ആത്മാനമേവ തദ്ഭാവയതി ഏഷാം ലോകാനാം
സന്തത്യ സന്തതാ ഹീമേ ലോക തദസ്യ ദ്വിതീയം ജന്മ സാ ഭാവയത്രീ ഭാവയിതവ്യാ ഭവതി തം സ്ത്രീഗർഭം വിവർത്തി സഹ അഗ്രേ ഏവ കുമാരം ജന്മനഃ അഗ്രേ അതിഭാവയതി സയത് കുമാരം ജന്മനഃ അഗ്രേ അതിഭാവയതി സയത് കുമാരം ആത്മാനമേവ തദ്ഭാവയതി യേഷാം ലോകാനാം സന്തത്യ സന്തതാ ഹീമേ ലോക തദസ്യ ദ്വിതീയം ജന്മ തത് സ്ത്രീയാ സ്ത്രീയിൽ നിക്ഷേപിച്ചതായ ആ ബീജം ആത്മഭൂയാം ഗച്ഛതി അത് അവരോടൊപ്പം ഒന്നായി ചേർന്നു. യഥാ എപ്രകാരമാണോ സ്വം അംഗം തഥാ അവരുടെ മറ്റുള്ള അവയവം പോലെ തന്നെ ശരീരത്തിലുള്ള കണ്ണ്, മൂക്ക്, ചെവി ഇതുപോലെ ഒരു അംഗമായി ആ ബീജം മാറി. അതായത് തസ്മാത് ഏനാം നഹിനസ്തി, ഒരിക്കലും അത് അവരെ ഹനിക്കുന്നില്ല, ദ്രോഹിക്കുന്നില്ല, ഉപദ്രവിക്കുന്നില്ല. അതായത് ഈ രേതസ് ബാഹ്യപരമായ ഒരു വസ്തു പോലെയല്ല. ഇപ്പൊ നമ്മുടെ കണ്ണിലൊരു കരട് പോയാല് അസ്വസ്ഥതയായി അതിനെ പുറന്തള്ളാനുള്ള എല്ലാ ശ്രമവും നടത്തും അല്ലേ? കാരണം ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നുള്ളിലേക്ക് വന്നതാണ്. നമ്മുടെ സിസ്റ്റം അതിനെ അംഗീകരിക്കില്ല. എന്നാല് ഈ ഉള്ളിലേക്ക് പ്രവേശിച്ചതായ ഈ ബീജം അതുപോലെയല്ല. അതൊരിക്കൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും അവരുമായി ഒന്നാകുന്നു, അവരുടെ ഒരു ഭാഗമായി മാറുന്നു. ഒരിക്കലും അത് അവർക്കൊരു ഭാരമാകുന്നില്ല. നഹിനസ്തി, ഒരിക്കലും അവരെ ദ്രോഹിക്കുന്നില്ല. സ അസ്യ ഏതം ആത്മാനം അത്ര ഗതം ഭാവയതി, തന്നിൽ പ്രവേശിച്ച അവന്റെ ജീവനെ അവൾ പോഷിപ്പിക്കുന്നു. ഭാവയതി. അങ്ങനെ അവളുടെ പ്രവൃത്തി കൊണ്ടും വിചാരം കൊണ്ടും എല്ലാവരോടുമുള്ള പെരുമാറ്റം കൊണ്ടും അവളിൽ പ്രവേശിച്ചതായ ജീവനെ പോഷിപ്പിക്കുന്നു. എത്ര ശ്രേഷ്ഠമായ ഒരു ഭാവത്തെയാണ് നമ്മുടെ ഉപനിഷത്ത് സാഹിത്യത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഇങ്ങനെ അവൾ പോഷിപ്പിച്ചത് കൊണ്ട് ഭാവയത്രീ, പോഷിപ്പിക്കുന്നവൾ, നന്നായി പോഷിപ്പിക്കുന്നവൾ എന്നവൾ അറിയപ്പെടുന്നു. അപ്പൊ ഇങ്ങനെ ഒരു പേരും കൂടി കൊണ്ട് വന്നു, ഭാവയത്രീ. ഇപ്പൊ അച്ഛൻ കുട്ടിയെ എടുത്ത് നടക്കുന്നതിന് മുമ്പേ അമ്മ ഭർത്താവിനെ എടുത്തു നടക്കുന്നു എന്നർത്ഥം. അതായത് ഭർത്താവിന് ഗർഭം സ്വീകരിച്ചതോടുകൂടി, അത് വളരാൻ തുടങ്ങിയതോടുകൂടി അവൾ പിന്നെ ആരാണ്? സ്വന്തം ഭർത്താവിനെയാണ് അവൾ ധരിച്ചിരിക്കുന്നത്. 24 മണിക്കൂറും അവൾ സംരക്ഷിക്കുകയാണല്ലേ. അതുകൊണ്ട്
ഭാവയതി ഭാവയതി അവ്യാ ഭവതി. അവളെ നല്ലതുപോലെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അവളുടെ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കേണ്ടതുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഗർഭിണിയെ ഭർത്താവ് പിന്നെ എങ്ങനെയാണ് കാണേണ്ടത് എന്നുകൂടി അവിടെ സൂചിപ്പിക്കുന്നത്. എപ്രകാരമാണോ സ്വന്തം അമ്മയെ സംരക്ഷിക്കുന്നത്, ആ ഒരു മനോഭാവത്തോടു കൂടി വേണം ഗർഭിണിയായ ഭാര്യയെ ഭർത്താവ് പിന്നെ സംരക്ഷിക്കേണ്ടത്. സ്വന്തം അമ്മ തന്നെ ഗർഭത്തിൽ ധരിച്ചപ്പോൾ എങ്ങനെയാണോ തന്നെ സംരക്ഷിച്ചത്, അതുപോലെയാണ് ഇപ്പോൾ ഭാര്യ തന്നെ ഉദരത്തിൽ വഹിക്കുകയാണ് അല്ലേ. അപ്പൊ സ്വന്തം അമ്മയുടെ സ്ഥാനമാണ് ഗർഭിണിയായ ഭാര്യയ്ക്ക് പിന്നെയുള്ളത്. വേറൊരു കണ്ണുകൊണ്ടോ അവളെ നോക്കാൻ പാടില്ല, അതാണ് അർത്ഥം. അപ്പൊ ഭാര്യാഭർത്തൃ ബന്ധമൊക്കെ ഗർഭിണിയായി കഴിഞ്ഞാൽ ഇപ്രകാരം ഇരിക്കണമെന്ന് പോലും പറഞ്ഞു വെച്ചിരിക്കുകയാണ്. കാരണം ഈ ഒരു ഭാവമാണ്. അവരോടുള്ള പെരുമാറ്റം ഏറ്റവും സൗഹാർദ്ദപരമായിരിക്കണം. ദേഷ്യപ്പെടരുത്. എന്തെങ്കിലും തെറ്റായ പ്രവർത്തികൾ നിങ്ങളിൽ നിന്നുണ്ടായാല് അത് നിങ്ങളെ തന്നെയാണ് ബാധിക്കുന്നത്. കാരണം നിങ്ങൾ തന്നെയാണ് അവളിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ പവിത്രതയാണ് ഇവിടെ ഋഷി ഊന്നിപ്പറയുന്നത്. ഭർത്താവും ഭാര്യയും അവരുടെ ഇതുവരെയുള്ള ജീവിതചര്യയും ചിന്തകളും അഹങ്കാരവും ഒക്കെ അഗ്നിയിൽ ഹോമിച്ചിട്ടാണ് വിവാഹം കഴിക്കുന്നത്. വിവാഹ സംസ്കാരമൊക്കെ ഇത് നമ്മൾ പലതും വിട്ടുകളയുന്നത് കൊണ്ടാണ്. അഗ്നിസാക്ഷിയായിട്ട് വിവാഹം എന്നൊക്കെയാ പറയുന്നത് അല്ലേ. നമ്മള് എത്ര വിവാഹ പന്തൽ എന്ന ഹോമകുണ്ടുണ്ട്. കാരണം നമ്മുടെ ഡെക്കറേഷനൊക്കെ അത് കുഴപ്പമാവില്ലേ. എവിടെ കൊണ്ടോ ഹോമകുണ്ടം വെച്ച് കഴിഞ്ഞാല് പന്തലൊക്കെ അങ്ങനെ AC റൂമിലും അല്ലെങ്കിൽ ഇതൊക്കെയാണെന്ന്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഈ ഹോമകുണ്ടൊന്നും വെക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ ഫോട്ടോയ്ക്ക് നിലവിളക്ക് ഒരു ഭംഗി ആയതുകൊണ്ട് അതെടുത്ത് മാറ്റിയിട്ടില്ല. അല്ലെങ്കിൽ അതുകൂടെ വേണ്ടെന്ന് വെച്ചാല് ഇന്നത്തെ കാലത്ത് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്ന ധാരാളം ആചാര്യന്മാർ ഇതിനെയൊക്കെ പഠിപ്പിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഭാഗ്യവശാലെ വിവാഹ സംസ്കാരം എങ്ങനെയൊക്കെ വേണം. ഇപ്പം മലയാളികൾക്ക് ഇതില്ലെങ്കിലും നോർത്ത് ഇന്ത്യ ജീവിക്കുന്ന, പ്രത്യേകിച്ച് നിങ്ങൾക്കൊക്കെ പല വിവാഹത്തിലും കാണുന്നതാണ് അല്ലേ. സാമാന്യമായിട്ട് അവരുടെ വിവാഹ രീതിയൊക്കെ എത്ര ഗംഭീരമായിട്ടാണ് ചെയ്യുന്നത്. ആർഭാടം മലയാളികളെക്കാരും ചെയ്യുന്നുണ്ടില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഈ കാര്യത്തിൽ ഈ ചടങ്ങുകൾ ഒന്നിലും കോംപ്രമൈസ് ചെയ്യാറില്ല അല്ലേ. കാരണം ഒരു ഹോമകുണ്ടത്തിന്റെ രണ്ട് സൈഡിലും ഭാര്യ ഭർത്താക്കന്മാരല്ലേ വധൂവരന്മാരിയ്ക്കുന്നു. അത് അറിയാവുന്ന കർമ്മികൾ പറഞ്ഞു കൊടുക്കുന്നു. അവരുടെ ഓരോരോ മന്ത്രം ചൊല്ലിക്കൊണ്ട് അവരുടെ പൂർവ്വവാസനകൾ ഓരോന്നോരോന്ന് പഴയ സംസ്കാരങ്ങളൊക്കെ അഗ്നിയിലേക്ക് ഹോമിക്കുകയാണ്. ഒരു ഭാര്യയുടെ ധർമ്മം മുഴുവൻ അവിടെ പറഞ്ഞു കൊടുക്കുന്നു, ഭർത്താവിന്റെ ധർമ്മം പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ പഴയതൊക്കെ ഹോമിക്കുകയും ഇനി ഒരു പുതിയ ജീവിതം തുടങ്ങിയാണല്ലേ. അപ്പോ അതൊരു വലിയ യജ്ഞമാണ്. 2-3 മണിക്കൂറെങ്കിലും ചുരുങ്ങിയതുള്ള ഒരു യജ്ഞമാണ് വിവാഹ സംസ്കാരം. ആ സ്റ്റേജിൽ ചെയ്യുന്നത്, ആ ചടങ്ങുകൾ. നമുക്കിതൊന്നും ചെയ്യാൻ സമയമില്ല, തിരക്കാണ്. ആയിരക്കണക്കിന് ആൾക്കാരെ വിളിച്ചിട്ടുണ്ടല്ലേ. ഇന്ന് കേരളത്തിലൊക്കെ നടക്കുന്ന വിവാഹവേദിയിലൊക്കെ പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഹിന്ദു വിവാഹങ്ങൾ, മറ്റുള്ളവർക്കല്ല, ഹിന്ദു വിവാഹങ്ങൾ എന്തൊക്കെയാ അവിടെ കാട്ടിക്കൂട്ടുന്നത്. അതൊരു വലിയൊരു യജ്ഞമാണ്. ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാന ചടങ്ങാണ്. അതുമായിട്ട് വെറും ആഘോഷം മാത്രമല്ലേ. അതിന്റെ പേരിൽ എന്തെല്ലാം അവിടെ കാട്ടിക്കൂട്ടുന്നത്. അപ്പോ ഏറ്റവും ശ്രേഷ്ഠമായ ചടങ്ങ് പരമമായ സത്യാന്വേഷണത്തിനുള്ള ഒരു പാത അവർക്ക് തരില്ല. കാരണം ഒരു പുതിയ ജീവിതത്തിലേക്ക് കിടക്കുക രണ്ടുപേരും കൂടി. ദാമ്പത്യ ജീവിതം അതിനുള്ള വഴികാട്ടിയാണ് ശരിക്കും പറഞ്ഞാല്. ഈ ജന്മത്തിന്റെ സാഫല്യത്തിലേക്ക് പോകാൻ ഭാര്യയും ഭർത്താവും രണ്ടുപേരും ഒരുമിച്ചാണ് ഇനി യാത്ര ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഭാര്യയെ സഹബ്രഹ്മചാരിണി എന്നാ ശരിക്കും വിളിക്കുന്നത്. ഇനി രണ്ടുപേരും ഒരുമിച്ചല്ലേ.
ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും അവരെ കർമ്മത്തെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നവരാണ്. അതിനാല് നിങ്ങളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അവളെ എല്ലാ അർത്ഥത്തിലും തിരിച്ച് സംരക്ഷിക്കുക. ഇനി തം സ്ത്രീ ഗർഭം വിവർത്തി, ആ ഗർഭത്തെ അവൾ വളർത്തുന്നു. അവളുടെ ചിന്തകളിലൂടെ, അവളുടെ ആഹാരത്തിലൂടെ, വ്യായാമങ്ങളിലൂടെ അതിനെ വളർത്തിക്കൊണ്ടുവരുന്നു. സോ അഗ്രേ ഏവ കുമാരം ജന്മനോ അഗ്രേ അതിഭാവയതി, ആ കുമാരനെ അല്ലെങ്കിൽ കുമാരിയെ അഗ്രേ ജന്മത്തിന് മുമ്പ് തന്നെ അതിഭാവയതി, ജന്മത്തിന് മുമ്പും പിമ്പും പിതാവ് അല്ലെങ്കിൽ മാതാവ് നല്ലവണ്ണം പരിപോഷിപ്പിക്കണം. അപ്പൊ ഇനി ആ കുട്ടിയെ സംരക്ഷിക്കുന്നത് കൊണ്ട് അച്ഛനും അമ്മയും അവരെ തന്നെയാണ് സംരക്ഷിക്കുന്നത്. എന്തൊരു സങ്കല്പമാണ്! അതായത് മക്കൾ ഒരിക്കലും അച്ഛനമ്മമാരിൽ നിന്നും ഭിന്നരല്ല, അവരുടെ എക്സ്റ്റൻഷൻ ആണല്ലേ. ലോകാനാം സന്തത്യ ഏവ, ഇത് തുടർച്ചയാണ്. ഭർത്താവിൽ നിന്നും ഭാര്യയിൽ നിന്നും ഉണ്ടാവുന്ന കുട്ടികള് അത് വീണ്ടും ആവർത്തിക്കുന്നു. അങ്ങനെ ലോകം നിലനിൽക്കും. എന്നല്ല നമ്മളെ കാര്യകാരണം പറഞ്ഞില്ലേ. ഇന്നത്തെ കാര്യമാണ് നാളെ കാരണമായിട്ട് മാറുന്നത് അല്ലേ. വംശത്തിന്റെ തുടർച്ച ഇങ്ങനെ നടക്കും. അപ്പൊ ഈ ഒരു സനാതന ധർമ്മം, ഗർഭത്തിൽ നിന്ന് കിട്ടുന്ന പരിശീലനം, അത് ജന്മത്തിന് മുമ്പേ ലഭിക്കുന്നതായ പരിശീലനം ഈ ഒരു ലോകത്തിന്റെ ശാശ്വതമായ സംസ്കാര സമ്പന്നമായ നിലനിൽപ്പിന് ആവശ്യമാണ്. അങ്ങനെ പോഷിപ്പിക്കപ്പെട്ടതായ കുട്ടി നിശ്ചിത കാലം കഴിയുമ്പോൾ പുറത്തേക്ക് വരുന്നു. ഇതിനെയാണ് ദ്വിതീയം ജന്മം എന്ന് പറയുന്നത്. അപ്പൊ ബീജം നിക്ഷേപിക്കുന്നതിനെ പ്രഥമം ജന്മം എന്നും കുട്ടി ജനിക്കുന്നതിനെ ദ്വിതീയം ജന്മം എന്നും പറയാം. അതായത് അസംഖ്യം ജന്മങ്ങള് ഉണ്ടെന്ന് കാണിക്കുകയാണ്. ഇവിടെ തന്നെ ഇത് രണ്ടാമത്തെ ജന്മമാണ്. അപ്പൊ എത്രയെല്ലാം കാര്യങ്ങള് നമുക്ക്, അതാണ് ഈ ഷോഡശ സംസ്കാരങ്ങളിലൊക്കെ ഇതെല്ലാം വിസ്തരിച്ച് പറയുന്നത്. ഒന്നാമത്തെ സംസ്കാരം നമ്മൾ ഇന്നലെ കണ്ട് എന്തായിരുന്നു? ഗർഭാധാനം അല്ലേ, തയ്യാറെടുപ്പ്. അതാണ് ശരിക്കും പ്രഥമം ജന്മം. അങ്ങനെ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു 2.5 മാസം അല്ലെങ്കിൽ 3 മാസമൊക്കെ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്താണ് രണ്ടാമത്തെ സംസ്കാരം ചെയ്യുന്നത്. എന്താ അതിന്റെ പേര്? പുംസവന സംസ്കാരം ചെയ്യുക. ജനിക്കുന്ന കുട്ടിയുടെ ആരോഗ്യത്തെ കരുതിയിട്ട് ചെയ്യുന്ന സംസ്കാരമാണ്. ഗർഭിണിയുടെ ആരോഗ്യത്തെ കരുതിയും ചെയ്യുന്ന സംസ്കാരമാണ് പുംസവന സംസ്കാരം. വൈദികമായ ഹോമങ്ങള് അതൊക്കെ ചെയ്യാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ അത് ചെയ്യാം, നല്ലതാണ്. അവിടെ അതായത് ഗർഭിണിയുടെ ആരോഗ്യത. ഇതിനൊക്കെ ഉപരിയായിട്ട് ഗർഭിണിയുടെ ജീവിതചര്യ, അവളുടെ താമസം, അവളുടെ കേൾക്കേണ്ടത്, കാണേണ്ടത്, ഇതൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും സമാധാനപരമായ ശാന്തമായ അന്തരീക്ഷത്തിൽ വേണം ഒരു ഗർഭിണി താമസിക്കേണ്ടത്. അപ്പൊ അവളുടെ വീട്ടുകാർ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, കുടുംബാംഗങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, പറ്റിയാൽ അടുത്ത വീട്ടുകാർ. ഇപ്പൊ നമുക്ക് ഫ്ലാറ്റ് ഒന്നും വേണ്ട കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ അല്ലെങ്കിൽ അടുത്തടുത്ത വീടുകളാണെങ്കിൽ അവിടെ വലിയ ബഹളാണെങ്കിലും അടുത്തൊരു ഗർഭിണി ഉണ്ടെങ്കിൽ ചുറ്റുപാടുമുള്ളവർ പോലും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താണ്? ബഹളം നിറഞ്ഞ അന്തരീക്ഷമൊക്കെ ജനിക്കാനിരിക്കുന്ന കുട്ടിയെ വളരെ തെറ്റായ രൂപത്തിൽ ബാധിക്കും. അതുകൊണ്ട് ശാന്തമായ അന്തരീക്ഷത്തിൽ, വീട്ടിൽ മാത്രം പോരാ, ജോലിക്ക് ഓഫീസിൽ പോവും, അവിടെ എങ്ങനെയാണെങ്കിലോ ടെൻഷൻ നിറഞ്ഞ ജോലിയാണ്, അല്ലെങ്കിൽ അവിടെ ബഹളം നിറഞ്ഞ അന്തരീക്ഷമാണെങ്കിലോ ഒന്നുകിൽ ജോലിക്ക് ആ സമയം പോകാതിരിക്കുക. അതുകൊണ്ടാണ് പണ്ട് ഗർഭിണികൾക്ക് സാഹസികമായ കർമ്മങ്ങള് അല്ലെങ്കിൽ ഇതുപോലുള്ള ജോലികളൊന്നും എടുപ്പിക്കാതിരുന്നത്. അല്ലാതെ അത് വേറൊരു അർത്ഥത്തിലല്ല. കാരണം ആ സമയത്ത് അത്ര ശ്രദ്ധിക്കാനുണ്ടല്ലേ. അവളെ മാത്രമല്ല, ജനിക്കാനിരിക്കുന്ന കുട്ടിയെയും. നമ്മൾ കേൾക്കുന്ന ഒരു ശബ്ദം പോലും, അല്ലെങ്കിൽ ഒരു ഭയം വന്നാൽ, ഒരു ഗർഭിണി ഒന്ന് ഭയപ്പെട്ടാൽ മതി, അത് ജനിക്കാനിരിക്കുന്ന കുട്ടി ആ രൂപത്തിലായിരിക്കും ചിലപ്പോൾ പുറത്തേക്ക് വരുന്നത് അല്ലേ.
ജീവിതകാലം മുഴുവൻ അങ്ങനെ ജീവിക്കേണ്ടി വരും. അപ്പോൾ എപ്പോഴും ശാന്തമായി സന്തോഷമായിട്ട് നല്ല സംസ്കാരം കണ്ടും കേട്ടും വേണം ഗർഭകാലം. അപ്പം ഇതിൻ്റെയൊക്കെ പ്രാരംഭമാണ് ഈ പുംസവന സംസ്കാരത്തിൽ ഈ വൈദികമായ കർമ്മം ഹോമമൊക്കെ ചെയ്യാനും ഒക്കെ കാരണം അതാണ്. അവരുടെ ജീവിതചര്യ അങ്ങനെ ആയിരിക്കണം. മൂന്നാമത്തത് സീമന്ത സംസ്കാരമാണ്. ഇത് പൊതുവെ 4.5 മാസം അല്ലെങ്കിൽ 5 മാസം ഈ കാലത്തിനും ദേശത്തിനും സമുദായത്തിനനുസരിച്ചൊക്കെ ഈ സമയമൊക്കെ ചിലപ്പോൾ മാറാറുണ്ട്. ചിലർ 7-ാം മാസത്തിൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ 4-5 മാസത്തിലാണ് പൊതുവെ സീമന്ത സംസ്കാരം ചെയ്യുന്നത്. എന്താ ആ സമയത്തിന് പ്രാധാന്യം? ഗർഭസ്ഥ ശിശുവിൻ്റെ ഉത്തമ അംഗം വളരുന്ന സമയമാണത്. മസ്തിഷ്കത്തിൻ്റെ ഒക്കെ ഇതാണല്ലോ നമ്മുടെ പ്രധാന സ്ഥാനം അല്ലേ. ഇതിനെന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ പിന്നെ കുട്ടി അത്ര നന്നായിട്ട് ഒരു കാര്യവുമില്ല. ആ കുട്ടിയുടെ ഭാഗതയും മുഴുവൻ എവിടെയാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പൊ ഇതിന്റെ വളർച്ച നടക്കുന്ന സമയത്ത് ഗർഭിണി അങ്ങേറ്റം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സീമന്ത സംസ്കാരമൊക്കെ ആ സമയത്ത് ചെയ്യുന്നത്. പൊതുവെ ഒരു 4-5 മാസമൊക്കെ ആകുമ്പോൾ ഗർഭിണിക്ക് ഒരു ഭയമൊക്കെ വരാനും സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ ആഘോഷപൂർവ്വം അവളുടെ സന്തോഷത്തെ ഒക്കെ കരുതിക്കൊണ്ട് സീമന്ത സംസ്കാരം ചെയ്യുന്നു. ഇത് മിക്കവാറും എല്ലാവരും പണ്ടുതൊട്ട് ചെയ്യുന്ന ഒരു സംസ്കാരമാണ് സീമന്ത സംസ്കാരം. അത് ചില സമുദായങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് ചെയ്യുന്നവരുണ്ട്, അതിഗംഭീരമായിട്ട്. ഈ ഭർത്താവ് തന്നെ കുറെ മന്ത്രങ്ങളൊക്കെ അതിൻ്റെ അത് ചൊല്ലി, വൈദികമായ കർമ്മങ്ങൾ നേരത്തെ പറഞ്ഞ ഹോമം കൊണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഭാര്യ ഭർത്താങ്കന്മാർ സമാസനത്തിൽ ഇരുന്നുകൊണ്ട് ആ ഹോമത്തിൽ പങ്കെടുക്കണം. അറിയില്ല ആചാര്യന്മാരെ കൊണ്ട് അത് ചെയ്യിക്കണം. ആ ഹോമകുണ്ടത്തിൽ വരുന്ന പുക, ഔഷധങ്ങളൊക്കെ അവിടെ ഹോമിക്കുന്നതേ, അതൊക്കെ ഗർഭിണി ശ്വസിക്കണം എന്ന് പറയും. ചില ഔഷധങ്ങളൊക്കെ അവിടെ ഉള്ളിൽ സേവിക്കാനുണ്ട്. ആവശ്യമുള്ളത് മാത്രമാകണം. ഇന്നിപ്പോ ഓരോ മരുന്ന് കമ്പനിക്കാരും പറഞ്ഞെന്ന് മരുന്നെല്ലാം കഴിക്കുമല്ലേ, ഓരോന്നും ഗർഭസ്ഥ ശിശുവിന്റെ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞ്. ഇതൊക്കെ എത്രമാത്രം സൈഡ് എഫക്റ്റ് ഉണ്ട്, കുട്ടി എങ്ങനെ ബാധിക്കുന്നൊന്നും പറയാൻ പറ്റില്ലേ. അതുകൊണ്ട് ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം. കാരണം ഈ പരസ്യങ്ങളാണ് നമ്മളെ ഇങ്ങനെ ഭ്രമിപ്പിക്കുന്നതേ. അപ്പോ ഇത് ചില സമുദായമൊക്കെ ചെയ്യുന്ന പ്രതിജ്ഞകള് ഭർത്താവ് ചെയ്യേണ്ട, അതായത് ഭാര്യയുടെ ഉദരത്തെ സ്പർശിച്ചുകൊണ്ട് ചെയ്യേണ്ട കുറെ പ്രതിജ്ഞയൊക്കെ ഉണ്ട്. അതിന്റെ ഒരു ഭാഗം പറയുന്നത് നാം ഗർഭത്തെ ധരിക്കുന്നു എന്നാണ് ആ മന്ത്രത്തിന്റെ അവസാനം. പിന്നീട് കുറെ മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് അവസാനം ഞാൻ ഗർഭത്തെ ധരിക്കുന്നു എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഗർഭിണിക്ക് വളരെ സന്തോഷമാവും അല്ലേ. നേരത്തെ പറഞ്ഞാൽ ഇത്തിരി ഭയമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോഴാണ് ഭർത്താവ് പറയുന്നത് നീ ഭയപ്പെടണ്ട, നമ്മൾ ഒരുമിച്ചാണ് ഇതിനെ ധരിച്ചിരിക്കുന്നത്. പിന്നീട് അവസാനം പറയുന്നത് നീ പേടിക്കുകയല്ല, ഞാൻ ധരിക്കുന്നു അല്ലേ, ഞാൻ ഗർഭത്തെ ധരിക്കുന്നതാണ്. നിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിന്റെ കൂടെ ഞാൻ തന്നെയാണ് ഇരിക്കും. ഇത് വാക്കുകൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, പ്രവൃത്തിയിലും കാണിക്കണം. എങ്ങനെയാണ്? അതാണ് നേരത്തെ പറഞ്ഞത്. ഗർഭിണിയായ ഭാര്യയെ ഭർത്താവ് സ്വന്തം അമ്മയെ കാണുന്നത് പോലെ കാണാൻ പാടുള്ളൂ, അതുപോലെ സംരക്ഷിക്കണം. ഇവിടെ ഋഷി ഇതിനെക്കുറിച്ചൊന്ന് വിവരിക്കുന്ന കാര്യം പോലും അവള് കേൾക്കണില്ല, പുറത്തു പോയിരിക്കാൻ പറയുമ്പോൾ നമ്മുടെ ജീവിതചര്യയും അതുപോലെ ആവണം പറയാൻ. അത് പിന്നെ പറയേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് അല്ലേ. അവളുടെ ജീവിതചര്യ അതുപോലെ തന്നെ ആയിരിക്കണം. വേറെ തെറ്റായ ഒരു ചിന്തയും വാക്കും പ്രവൃത്തിയും ഒന്നും ഉണ്ടായിക്കൂടാ. കാരണം അതൊക്കെ ജനിക്കാനിരിക്കുന്ന കുട്ടിയിലേക്ക് അതേ സംസ്കാരമാണ് പോകുന്നത്. നിർഭാഗ്യവശാല് ഇന്ന് ഗർഭകാലം ഒരു രോഗാവസ്ഥയായിട്ടാണ് പലരും കാണുന്നത് അല്ലേ. നാട്ടിൻപുറത്താണെങ്കിൽ പോലും വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറെ കണ്ടില്ല എന്നാ പിന്നെ അടുത്ത ചോദ്യം. അല്ല, ഗർഭിണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ ഡോക്ടറെ കാണുന്നത്? പണ്ട് ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? പ്രസവത്തിന് പോയി അല്ലെങ്കിൽ വല്ല അസ്വസ്ഥതയും വന്നല്ലേ. ഇന്നതെല്ലാം ഗർഭിണിയാണെങ്കിൽ ഡോക്ടറെ കണ്ടില്ലെങ്കിൽ എന്തോ അപരാധം പോലെയാണ്. കണ്ടത് മാത്രം പോരാ, പിന്നെ ആഴ്ച തോറും മാസം തോറും 15 ദിവസം കൂടുമ്പോഴും ഒക്കെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇതൊരു എന്താ പറയുക, ഒരു കഷ്ടമായിട്ട് അങ്ങോട്ട് മാറിയിരിക്കുകയാണ്. കാരണം അങ്ങനെയാണ്, പാക്കേജ് ആണല്ലോ ഓരോ ഹോസ്പിറ്റലും, സൂപ്പർ സ്പെഷ്യാലിറ്റി 5 സ്റ്റാർ ഹോസ്പിറ്റലൊക്കെ തരുന്നതല്ലേ പാക്കേജ്. ഗർഭകാലം മുതല് കുട്ടിയുടെ പ്രസവം തൊട്ടെല്ലാം അതിൻ്റെ അത് ഉൾപ്പെടും അല്ലേ. നമുക്കും അങ്ങനെയൊക്കെ പല സ്വപ്നങ്ങളുള്ളതുകൊണ്ട് അതിലേക്ക്
പങ്കെടുക്കുവാണ് എല്ലാവരും. മത്സരമാണല്ലോ എല്ലായിടത്തും. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ്. ഡോക്ടർ ആദ്യം തന്നെ പറയും 5 മാസം അനങ്ങണ്ട, 3 മാസം അനങ്ങണ്ട. പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയാ ജീവിച്ചിരുന്നത്. എല്ലാ പണിയും ചെയ്തിരുന്നു അല്ലേ? ശരി, ഇപ്പൊ ബെഡ് റെസ്റ്റ് ഒക്കെ വേണമെന്ന് ചിലപ്പോൾ പറയായിരിക്കും, കാരണം യാത്ര ചെയ്യാനൊക്കെ പണ്ടിങ്ങനെ യാത്രയൊന്നും ഇല്ലായിരുന്നോണ്ടായിരിക്കാം. എന്നാലും അങ്ങനെയൊക്കെ ഉണ്ടൊരു ബെഡ് റെസ്റ്റ് ആണെങ്കിൽ തന്നെ ഓർമ്മിച്ചോളൂ. ഇന്നിപ്പം ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷം. കാരണം എന്താണ്, ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു മൊബൈലോ അല്ല ഒരു നെറ്റുള്ള സംവിധാനമൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ്, എത്ര വേണേലും നമുക്ക് സമയം പോവാൻ. പക്ഷെ അതിൽ കാണുന്ന ദൃശ്യങ്ങൾ, കേൾക്കുന്നത് സെക്സും വയലൻസും ഒക്കെ നിറഞ്ഞതാണെങ്കിലും ഒരു കാര്യം കേട്ടാൽ പോലും കുട്ടിയെ സ്വാധീനിക്കുന്ന പറയുമ്പോൾ നമ്മൾ സദാസമയം ഇത് കണ്ടും കേട്ടു വരുന്നാൽ എന്തായി സ്ഥിതി? ആ സംസ്കാരം അതേപടിയാണ് അല്ലേ? ഭീകരമായ രംഗങ്ങളൊക്കെ, അങ്ങനെയുള്ള സിനിമകൾ, ഇംഗ്ലീഷ് ഫിലിമൊക്കെ അല്ലേ, അല്ല ഹൊറർ, ഇങ്ങനെയൊക്കെ ഉണ്ട് ഭീകരമായ രംഗങ്ങളൊക്കെ അല്ലേ. ഇതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്താവുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്രമാത്രം ആ കുട്ടിയെ, ആ ജനിക്കാൻ ഗർഭസ്ഥ ശിശുവിനെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു തപസ്സാണ് ശരിക്കും പറഞ്ഞാല്. അതങ്ങനെ തന്നെ പരിപാലിക്കണം. എന്ത് കേൾക്കണം, എന്ത് കാണണം എന്ന് നമുക്കറിയണം. ആ സമയത്ത് ഓരോ ചലനവും ശിശുവിനെയാണ് ബാധിക്കുന്നത്. ഇനി ഇതൊന്നും പാലിച്ചില്ലെങ്കിലോ? അതിൻ്റെ അവസ്ഥകളാണ്. എനിക്ക് ഇവിടുത്തെ കാര്യം അറിയില്ല, ഞാൻ കേരളത്തിലെ കാര്യം പറയാം. ഇന്ന് കേരളത്തിൽ ജനിച്ച നവജാത ശിശുക്കളിലെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച്, കഴിഞ്ഞ വർഷം ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ച റിപ്പോർട്ട് അനുസരിച്ച് 30 തൊട്ട് 35% വരെ ജനിക്കുന്ന കുട്ടികളിൽ ഹൈപ്പർ ആക്റ്റീവ്, ഓട്ടിസം, ഡിസ്ലെക്സിയ തുടങ്ങിയ പ്രതിഭാസങ്ങളോടെയാണ് ജനിക്കുന്നത്. രോഗമല്ല, പ്രതിഭാസങ്ങളോടെയാണ് ജനിക്കുന്നത്. രോഗമാണെങ്കിൽ ചികിത്സിച്ച് ഭേദമാക്കാം. പക്ഷെ ഈ പ്രതിഭാസങ്ങളോടുകൂടി ജനിക്കുന്ന കുട്ടികള് ജീവിത അവസാനം വരെ അങ്ങനെ തന്നെ ഉണ്ടാകും. ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് ട്രെയിനിങ് കൊടുത്ത് വേണമെങ്കിൽ ചെറുതൊക്കെ മാറ്റാം. കുട്ടിക്ക് വേണ്ടി അച്ഛനമ്മമാരാ മാറേണ്ടി വരുന്നത്. ഇങ്ങനെയുള്ള കുട്ടികളുടെ എണ്ണം നാൾക്ക് നാൾ കൂടിക്കൊണ്ടിരിക്കും. ഒരിക്കല് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ, അദ്ദേഹം ഒരു പഠന റിപ്പോർട്ട് വായിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു 30 വർഷം മുമ്പ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ്, ഒരു 50,000 തൊട്ട് 1,00,000 വരെ കുട്ടികളിൽ ഒന്നാണ് ഇങ്ങനെയുള്ള ജന്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്നും ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം പ്രാക്ടീസൊക്കെ തുടങ്ങിയപ്പം ഇതൊരു 50,000-ലൊന്നൊക്കെ ആയി, പിന്നെ 25,000-ലൊന്നായി, പിന്നീട് 10,000-ലായി, പിന്നെ 1,000-ലായി. ഇന്നത് മാറി 25-30% കുട്ടികൾ അങ്ങനെയായി. ഈ ഗ്രാഫ് ഇപ്പൊ ഞാൻ പറയുന്നത് ചിലപ്പോൾ കുറവായിരിക്കും, ഇത് നീ ഉയർന്നായിരിക്കുന്നത്. കാരണം നമ്മുടെ മാധ്യമങ്ങളൊക്കെ എല്ലാ വർഷവും ഈ ഗ്രാഫ് ഇടാറുണ്ട്. ഇത് ഓട്ടിസത്തെ കുറിച്ചൊക്കെ അല്ലേ? നമ്മൾ വിദ്യാലയത്തിൽ വർഷം 10-25 വർഷമായിട്ട് നിൽക്കുന്നതാണ്. കാണാറുണ്ട്, ധാരാളം ഇങ്ങനെ കുട്ടികളുടെ കണ്ടുകൊണ്ടായിരിക്കണം. തിരിഞ്ഞു നോക്കും. ഇന്ന് കേരളത്തിൽ സ്പെഷ്യൽ സ്കൂളുകളില്ലാത്ത ഒരു പഞ്ചായത്ത് പോലും ഇല്ല. ചിലയിടത്തൊക്കെ ഒന്നും കൂടുതലുണ്ടാവും. ഒരു സ്പെഷ്യൽ സ്കൂളിൽ നമ്മളൊന്ന് പോയാൽ അറിയാം ഇതിന്റെ ഭീകരത. എത്ര അമ്മമാര് ചെയ്തെന്ന് കഴിയുന്നില്ലേ? സ്വന്തം ജോലി പോലും ഉപേക്ഷിച്ച് വിദേശത്ത് നിന്നൊക്കെ മടങ്ങി വന്ന് ഈ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്നു. കാരണം അവരൊക്കെ ടെൻഷൻ എന്താന്ന് ചോദിച്ചാല് തങ്ങളുടെ കാലശേഷം ഈ കുട്ടിക്ക് എന്താ അവസ്ഥ എന്നാണല്ലേ. പല കുടുംബ ആത്മഹത്യകളിലേക്ക് ഇത് പോകുന്നുണ്ട്. വലിയ ഗുരുതരമായ ഒരു സാമൂഹ്യ പ്രശ്നം തന്നെയാണത്. അപ്പൊ ഇത് പാരമ്പര്യത്തിനൊരു റോളൊന്നും എന്ന് പറയുന്നില്ല. പക്ഷെ പാരമ്പര്യം മാത്രമായിരുന്നെങ്കിൽ പണ്ട് ഉണ്ടാവണമായിരുന്നു. ഇതേ ഗ്രാഫ് ഉണ്ടാവണ്ടാണല്ലേ. എന്തുകൊണ്ടാണ് ഈ ഒരു 10-20-30 വർഷം കൊണ്ട് ഇത് കുതിച്ച് ഗ്രാഫ് ഉയരാൻ കാരണം നമുക്ക് തന്നെ അറിയാം. പ്രധാന വില്ലൻ നമ്മുടെ ഭക്ഷണം തന്നെയാണ്. ഭക്ഷണ രീതിയിൽ വന്ന മാറ്റം തന്നെയാണ്. കാരണം നമുക്ക് സാമ്പത്തികമായിട്ട് സൗകര്യമൊക്കെ വന്നപ്പോൾ നമ്മൾ ഇന്ന് പുതിയ പല ഭക്ഷണങ്ങളെയും സ്വീകരിച്ചു. അതൊക്കെ
ഇന്നലെ പറഞ്ഞല്ലേ ജനി, നമ്മൾ കഴിക്കുന്ന അന്നമാണ് അണ്ടവും ബീജവും ഒക്കെ മാറുന്നതല്ലേ. അപ്പോ അതിൽ കൊടുക്കുന്നത് തന്നെ നമ്മൾ ആദ്യം മെയിൻ റീസൺ. പിന്നീട് കുടുംബ ബന്ധങ്ങളിൽ വന്ന ശൈഥില്യങ്ങൾ. ഗർഭിണി ഏറ്റവും ശാന്തമായ അന്തരീക്ഷത്തിൽ ജീവിക്കണം എന്നൊക്കെ പറയും. പക്ഷെ പല കുടുംബങ്ങളിലെ അവസ്ഥ അണുകുടുംബമാണിട്ട് പോലും. കൂട്ടുകുടുംബം പോട്ടെ, കൂട്ടുകുടുംബത്തിലായിരുന്നു ഒരുപക്ഷെ സംരക്ഷണം കിട്ടിയിട്ടുണ്ടാവാം. ഇപ്പൊ എല്ലാം കൂടെ ഒരാൾ തന്നെ വഹിക്കേണ്ടി വരുമ്പല്ലേ. ജോലി സ്ഥലത്ത് എത്രയോ പേര് അങ്ങനെയുള്ള ജോലിയിലില്ലേ. കാരണം IT മേഖലയിലൊക്കെയാണ് നമുക്ക് ഓരോ ടാർഗറ്റും കൊടുത്തിരിക്കുകയാണല്ലേ. അവർ രാത്രിയെന്നോ പകലൊന്നോ അല്ലാതെ ഇത് ജോലി ചെയ്യേണ്ടി വരിക. കാര്യം കായികമായിട്ടല്ല അധ്വാനിക്കുന്നത്, പക്ഷെ അതിനേക്കാളും എത്രയോ കൂടുതലാണ് മാനസികമായിട്ട് ഈ ടെൻഷനൊക്കെ വരുന്നത്. അപ്പോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കണ്ടും കേട്ടും ഈ ജോലി സ്ഥലത്തും കുടുംബത്തിലുമുള്ള എല്ലാ ടെൻഷനും ഇതെല്ലാം വരുമ്പോൾ, ആഹാര രീതിയിലൊക്കെ വന്നപ്പോൾ ഇന്ന് അതിൻ്റെയൊക്കെ ബൈ പ്രോഡക്റ്റ്, ഇന്ന് ജനിക്കുമ്പോൾ കുട്ടികൾ ഈ അവസ്ഥയിലേക്ക് മാറും. അപ്പൊ ഇതിന് പരിഹാരം നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. എന്ത് കാണണം, എന്ത് കേൾക്കണം, എങ്ങനെ ഗർഭകാലം, ഇതൊക്കെയാണ് പൂർവികന്മാര് നമ്മളൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത്. അത് എങ്ങനെ വേണം, ഗർഭകാലത്ത് എന്തൊക്കെ ചെയ്യണം, സത്സംഗം, നല്ല കാര്യങ്ങൾ കേൾക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ പാടുള്ളതൊക്കെ പറയാൻ കാരണം. അതിനുശേഷം ആ കുട്ടി ജനിക്കുന്നു. അത് 4ാമത്തെ സംസ്കാരം, ജാതകർമ്മം. അപ്പൊ 4ാമത്തെ സംസ്കാരം ജാതകർമ്മമാണ്. ജാതകർമ്മം എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ പൊക്കിൾക്കൊടിയൊക്കെ മുറിച്ച് അത്യാവശ്യം ക്ലീനിങ് ഒക്കെ നടത്തി ആ കുട്ടിയെ അച്ഛനെ ഏൽപ്പിക്കണം. അച്ഛൻ അല്ലെങ്കിൽ അച്ഛന്റെ സ്ഥാനത്തുള്ളവരാണ് കുട്ടിയെ ഏറ്റുവാങ്ങേണ്ടത്. എന്നിട്ട് ആ കുട്ടിയുടെ ചെവിയിൽ ഒരു മന്ത്രം ഉപദേശിക്കണം. ഇതാണ് ജനിക്കുന്ന കുട്ടി കേൾക്കേണ്ട ആദ്യത്തെ ശബ്ദം. ത്വം വേദോസി, ത്വം വേദം അസി, ത്വം വേദോസി. ഇതാണ് ജനിക്കുന്ന കുട്ടി ആദ്യം കേൾക്കേണ്ട ശബ്ദം. നീ അറിവാകുന്നു. കാരണം ഈ മനുഷ്യ ജന്മത്തിൽ മാത്രമേ ഈ അറിവ് കിട്ടുള്ളൂ, വേറെ ഒരു ജന്മത്തിലും കിട്ടില്ല. ഇതിനു പല ജന്മം ഉണ്ടായിട്ടുണ്ടല്ലേ. അപ്പൊ ഈ ജന്മത്തിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? ഈ അറിവ് സ്വീകരിക്കുക. അതാണ് ആ കുട്ടിയുടെ ചെവിയില് അച്ഛൻ അല്ലെങ്കിൽ അച്ഛന്റെ സ്ഥാനത്തുള്ളവർ പറയുന്നത്. ത്വം വേദോസി. ഇത് നമ്മൾ മാത്രമല്ല കേട്ടോ പറയുന്നത്. ഈ മുസ്ലിം മതവിശ്വാസികളൊക്കെ കണ്ടിട്ടില്ലേ, നിങ്ങൾ ഈ ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ തൊപ്പിക്കാരവിടെ നിൽക്കുന്ന കാണാം. ജനിച്ച കുട്ടിയുടെ ചെവിയിൽ അവര് തക്ബീർ മുഴക്കും. അവര് നന്നായിട്ട് ചെയ്യുന്നുണ്ടത്. നമ്മുടെ എത്ര പേര് ചെയ്യുന്നുണ്ടത്? ആദ്യം ഇതാണ് കേൾക്കേണ്ട ശബ്ദം. പിന്നീട് ആ കുട്ടിയെ തിരിച്ചേൽപ്പിക്കുന്നു. ചില ആൾക്കാർ, ചില സമുദായത്തിൽ പണ്ടുകാരെ ചെയ്യാറുണ്ട്, ഇപ്പൊ ഡോക്ടർമാരെ സമ്മതിക്കുമെന്ന് അറിയില്ല. അപ്പോൾ തന്നെ നാവിൽ ഇതിന്റെ എഴുതുകയും ചെയ്യും, ഓം, സ്വർണം കൊണ്ട്. അങ്ങനെയെല്ലാം ചെയ്യാറുണ്ടോ? ഉണ്ടല്ലേ. ചിലരൊക്കെ എപ്പോഴും ചെയ്യാറുണ്ട്. അല്ല, അത് ചെയ്യും. പക്ഷെ പണ്ട് ആ സമയത്ത് തന്നെ കുട്ടിയുടെ നാവിൽ സ്വർണം കൊണ്ട് ഈ പറഞ്ഞ കാര്യം, വേദോസി എന്ന് പറഞ്ഞല്ലേ, അതിന്റെ ക്യാപ്സൂൾ പരമാണ് ഓം, വേദത്തിന്റെ അല്ലേ, അത് നാവിൽ ഇങ്ങനെ പ്രതീകാത്മകമാണ്. എന്നിട്ട് ആ കുട്ടിയെ തിരിച്ചേൽപ്പിക്കും. അപ്പൊ അന്ന് എഴുതിയില്ലെങ്കിൽ നമ്മൾ വിദ്യാരംഭത്തിൽ എഴുതുന്നത് അത് തന്നെയാണ് അല്ലേ. അത്രയുള്ളൂ. കുട്ടിയെ തിരിച്ചേൽപ്പിക്കുന്നു. കുട്ടിക്ക് ആദ്യമായിട്ട് അമ്മ പാല് കൊടുക്കുന്ന ചടങ്ങ്, അത് വളരെ സുപ്രധാനമാണ്. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ കുട്ടിക്ക് കിട്ടുന്ന ഏറ്റവും പോഷകം അല്ലേ. ഇതിനെയൊക്കെ ചേർന്ന ചടങ്ങിനെയാണ് ജാതകർമ്മം എന്ന് പറയുന്നത്. അല്ലാതെ കുട്ടി ജനിച്ച ഉടനെ കുട്ടിയുടെ ജാതകം എഴുതാൻ പോകുന്ന പരിപാടിയല്ല. ഇതാണ് ജാതകർമ്മം, 4ാമത്തെ സംസ്കാരം. 5ാമത്തെ സംസ്കാരം നാമകരണം. കുട്ടിയുടെ പേരിടൽ. എത്ര ദിവസം കഴിഞ്ഞാൽ പേരിടാം? 11 ദിവസം പൂർത്തിയായ കുട്ടിക്ക് പേരിടാം. അല്ലെ 28ാം ദിവസം ഇടാം. അല്ലെങ്കിൽ 1 വർഷത്തിനിടയിൽ അനുയോജ്യമായ തിഥിയിൽ കുട്ടിക്ക് നാമകരണം ചെയ്യാം. എങ്ങനെയുള്ള പേരാ കുട്ടിക്ക് ഇടേണ്ടത്? ചിലരിങ്ങനെ കുട്ടിയുടെ പേര് തപ്പേ ഇങ്ങനെ നടക്കുകയാണ്. സ്വാമി ഒരു പേര് പറഞ്ഞു തരുമോ കുട്ടിയുടെ മോനാലും? ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു വിഷ്ണു സഹസ്രനാമത്തിന്റെ വ്യാഖ്യാനവും ഒരു ലളിതാ സഹസ്രനാമത്തിന്റെ വ്യാഖ്യാനവും വീട്ടിൽ മേടിച്ചു വെക്കുക. പറഞ്ഞില്ലേ, ഗുരുദേവന്റെ ഒക്കെ അർത്ഥമൊക്കെ ഒരു ബുക്ക് കിട്ടും അല്ലേ, മേടിച്ചു വെക്കുക. ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയായാലും അതിൻ്റെ അകത്ത് പേരുണ്ട് അല്ലെ. ഇന്നൊക്കെ എല്ലാവരും അങ്ങനെയുള്ള പേരാ ഇടുന്നത്. സന്തോഷം. പക്ഷെ ഒരു 10-20 വർഷം മുമ്പുള്ള
പല ആൾക്കാരെയും പേര് ഒന്ന് ചോദിച്ചു നോക്കും. നമ്മളൊക്കെ സ്കൂളിലിരിക്കുമ്പം പലപ്പോഴും കുട്ടികളെ ചേർക്കാനായിട്ട് അച്ഛനമ്മമാര് വരും. കുട്ടികൾക്ക് നല്ല പേര്, കൃഷ്ണനും ഗായത്രി എന്നും നാരായണൻ എന്നും ഒക്കെ ഇന്നത്തെ കുട്ടികൾക്ക് ഇടുന്നത്. അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ പറയാൻ നാണാണ്. മിക്കവാറും പേരിന് 2 അക്ഷരമേ ഉണ്ടാവുള്ളൂ. അമ്മയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരവും അച്ഛന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരവും കൂടെ ഇട്ടിട്ട് അർത്ഥമില്ലാത്തൊരു പേര്, അല്ലേ? അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പല ചെറുപ്പക്കാർക്കൊക്കെ അങ്ങനെയാ പേര് വന്നിരിക്കുന്നത്. പക്ഷെ ഇന്ന് അതിന് മാറ്റം വന്നു. എന്നുണ്ടായാലും പണ്ട് നമുക്ക് ഇട്ടിരുന്ന അതിലേക്ക്, കാരണം നാമകരണം ഒരു നാമയജ്ഞമാണ്. ഇപ്പോ എൻ്റെ കുട്ടിക്ക് ഞാൻ കൃഷ്ണ എന്ന് പേരിട്ടു, അടുത്ത വീട്ടിലെ കുട്ടിക്ക് ഗായത്രി എന്ന് പേരിട്ടു. എത്ര പേരാ കൃഷ്ണ 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 എന്ന് വിളിക്കുന്നത്? വീട്ടുകാരും നാട്ടുകാരും ടീച്ചർമാരും ഫ്രണ്ട്സും ഒക്കെ കൃഷ്ണ കൃഷ്ണ വിളിക്കും, അല്ലേ? ഗായത്രി 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 എന്ന് വിളിച്ചു. ഇങ്ങനെ ദേവീദേവന്മാരുടെ നാമം തന്നെ ഒരു ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് എത്ര സഹസ്രനാമം ചൊല്ലാൻ അവസരം കിട്ടുന്നത്? ഈ ദേവീദേവന്മാരുടെ നാമം തന്നെയല്ലേ സഹസ്രനാമം, അല്ലേ? അപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ, അതുകൊണ്ടാണ് പണ്ടെല്ലാവരും ഇങ്ങനെയുള്ള പേരിട്ടിരിക്കുന്നത്. എല്ലാ ദേവീദേവന്മാരുടെ പേര് അവര് മക്കൾക്ക് കൊടുത്തിരിക്കാൻ കാരണം അതാണ്, അല്ലേ? അവരറിയാതെ തന്നെ അവർക്ക് ഭഗവാൻ നാമം ചൊല്ലാനുള്ള അവസരവും കൂടിയാണ്. ഒരു നാമയജ്ഞമാണ് ശരിക്കും നാമകരണം. പക്ഷെ അങ്ങനെയുള്ള പേരിട്ടിട്ട് അത് തന്നെ വിളിക്കണം കേട്ടോ. ഇപ്പൊ ഇന്നലെ പറഞ്ഞില്ലേ, കൃഷ്ണ എന്നിട്ടിട്ട് കിച്ചു എന്ന് വിളിക്കരുത്. ഇപ്പൊ ഈ ഇടയ്ക്ക് വീട്ടിൽ പോയപ്പോ ഗ്രഹനാഥൻ ഭാര്യ തന്നെ ഭർത്താവിനെ വിളിക്കുവാണ്, കിച്ചു. ഞാൻ വിചാരിച്ചു വീട്ടിൽ ചെറിയ കുട്ടിയുണ്ടോ? അപ്പം ഭർത്താവ് 10-60 വയസ്സുള്ള തടിമാളെ ഇറങ്ങി വന്നു, കിച്ചു. അതാവരുത്, കൃഷ്ണൻ തന്നെ വിളിച്ചു. നമുക്ക് സ്നേഹപൂർവ്വമൊക്കെ കുറച്ച് ദിവസമൊക്കെ വിളിക്കാം. അത് കഴിഞ്ഞാല് പൂർണ്ണ നാമം തന്നെ വിളിച്ച് ശീലിക്കണം. അല്ലെങ്കിൽ ഇതങ്ങോട്ട് പതിഞ്ഞു പോവുക പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ. പിന്നെ നാമകരണമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബന്ധുക്കളെയും ആചാര്യന്മാരെയും അങ്ങനെയുള്ളവരൊക്കെ വിളിക്കാം, ക്ഷണിക്കാം നാമകരണത്തിന്. അപ്പോ ഈ ഇടയ്ക്കൊരു ആചാര്യൻ പറഞ്ഞൊരു സംഭവം ഓർമ്മിക്കുകയാണ് ഒരു പ്രഭാഷണത്തിൽ ഈ നാമകരണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ. അപ്പോൾ ഒരമ്മ മോൾക്ക് പേരിടാനായിട്ട് ലളിതാ സഹസ്രനാമം എടുത്തു. അതിൻ്റെ അകത്താണല്ലോ പെൺകുട്ടികൾക്ക് പേരിടാൻ. അപ്പൊ ഇങ്ങനെ നോക്കി നോക്കി പലരുടെയും പേര് നോക്കി. അപ്പം അമ്മയ്ക്കൊരു മോഹം, ആർക്കും ഇല്ലാത്ത പേര് മോൾക്ക് കൊടുക്കണം. അങ്ങനെ ഒരു പേര് കിട്ടി, പഞ്ചപ്രേതാസനാസീൻ. ദേവിയുടെ നാമാണ്. അങ്ങനെയൊന്നും കൂടെ പേരിട്ട് കളയരുത്. പിന്നെ അവസാനം മക്കള് ഗസറ്റിൽ പലതും ചെയ്ത് പേര് മാറ്റും. അതുകൊണ്ട് സഹസ്രനാമത്തിലുണ്ട് എന്ന് എഴുതിയിടരുത്. ദേവിയുടെ നാമമായിരിക്കാം, പക്ഷേ അർത്ഥവും ഇമ്പവും ലളിതവുമായ പേരുകളിടണം. അതാണ്. പിന്നെ പ്രാക്ടിക്കലായിട്ട് ഒന്നുകൂടെ പറയട്ടെ, വല്ല എയിലും ബിയിലും സിയിലും ഒക്കെ തുടങ്ങുന്ന പേരിട്ടാൽ കുട്ടികൾക്ക് നല്ലത്. അല്ലെങ്കിലേ നാളെ വല്ല ടെസ്റ്റിലും ഇന്റർവ്യൂവിനും ഒക്കെ പോകുമ്പോൾ നിങ്ങൾ സേവിയർ എന്നാ പേരിട്ടത്, എക്സും വൈയിലും സെഡിലും ഒക്കെ പേര് കിടക്കുന്നു വിചാരിക്കുക. അവന്റെ പേര് വിളിക്കുമ്പോൾ തന്നെ ഇവിടെ 10 പേര് എടുത്തു കഴിഞ്ഞിരിക്കും, അല്ലേ? ആൽഫബറ്റിക് ഓർഡർ വളരെ ശ്രദ്ധിക്കണം നമ്മള്, വളരെ പ്രധാനം തന്നെയാണല്ലേ. അപ്പൊ ഇതൊക്കെ പ്രാക്ടിക്കലായി ഇന്നത്തെ കാലത്ത് എപ്പോഴും. അതുകൊണ്ട് നോക്കൂ, മിക്കവാറും ഒരു 50% ആൾക്കാർക്കും ഈ ABCയിലുള്ള പേരായിരിക്കും പറഞ്ഞത്, അല്ലേ? ഇന്നത്തെ ആൾക്കാരും പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു തുടങ്ങി. നാമകരണം നാമയജ്ഞമാണ്. ഇനി 6ാമത്തെ സംസ്കാരം നിഷ്ക്രമണം. കുട്ടിയെ പ്രകൃതിക്ക് പരിചയപ്പെടുന്ന ചടങ്ങിനെയാണ് നിഷ്ക്രമണം എന്ന് പറയുക. അത് ചെയ്യേണ്ടത് കുട്ടി ജനിച്ച് 3ാമത്തെ ശുക്ലപക്ഷ തൃതീയക്കാണ് ചെയ്യേണ്ടത്. 3ാമത്തെ ശുക്ലപക്ഷ തൃതീയ. അത് ഒരു പക്ഷേ ഒരു 2.5 മാസം കഴിയുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഒരു 3-3.5 മാസം ആകുമ്പോഴേക്കാണ്. എന്താ ഈ വ്യത്യാസം വരാൻ കാരണം? കുട്ടി കറുത്ത പക്ഷത്തോ വെളുത്ത പക്ഷത്തോ ജനിക്കാം, അല്ലേ? പക്ഷെ നമ്മൾ ഈ ചടങ്ങ് ചെയ്യേണ്ടത് വെളുത്ത പക്ഷ തൃതീയക്ക് തന്നെ ആയിരിക്കണം. ആ വ്യത്യാസം എന്താ? ആ ദിവസത്തിന്റെ പ്രാധാന്യം. ആ ദിവസം പൊതുവെ സൂര്യന്റെ രശ്മികൾക്കൊക്കെ വളരെ തീഷ്ണത കുറവായിരിക്കും. പകല് പോലും സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റുമെന്നാ പറയുന്നത്. അപ്പൊ അന്നത്തെ ദിവസം അതാണ് തിരഞ്ഞെടുക്കാൻ കാരണം. അന്ന് കുട്ടിയെ കുളിപ്പിച്ച് വസ്ത്രമൊക്കെ പുതുവസ്ത്രമൊക്കെ അണിയിച്ച്
ആദ്യമായിട്ട് പ്രകൃതിയിലെ സൂര്യനെ കാണിച്ചു കൊടുക്കണം, വൃക്ഷങ്ങളെ കാണിച്ചു കൊടുക്കണം, പക്ഷികളെ കാണിച്ചു കൊടുക്കണം. പ്രകൃതിയെ പരിചയപ്പെടുന്ന ചടങ്ങിനെയാണ് നിഷ്ക്രമണം എന്ന് പറയും. അന്നേ കുട്ടിയെ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. അല്ല ഡോക്ടറെയൊക്കെ കാണിക്കാൻ കൊണ്ടുപോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുപ്പായൊക്കെ ഇടിയിച്ച് വളരെ ശ്രദ്ധിച്ചു കൊണ്ടുപോകുക. ഇന്നത് പാലിക്കുന്നുണ്ടോ? കുട്ടി ജനിച്ച് 1 മണിക്കൂർ പോലും കഴിയണ്ട, അതിന് മുമ്പ് തന്നെ സ്റ്റാറ്റസ് മുഴുവൻ ഇട്ട് കഴിഞ്ഞു അല്ലേ? പുതിയ കുട്ടിയുടെ ചിത്രം ആലോചിച്ച് നോക്കും. ഒരു സൂര്യരശ്മി ഏൽക്കുന്നത് പോലെ കുട്ടിക്ക് അപകടമാണ്. നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞിട്ട് ഈ നിഷ്ക്രമണ സംസ്കാരത്തിലെ പുറത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുമ്പോഴാണ് ഇന്ന് ജനിച്ച അപ്പം തന്നെ തത്സമയം കാണിച്ചുകൊണ്ടിരിക്കുന്നത്, വാട്സപ്പ് വഴി കാണിക്കുന്നത്. ഇതൊക്കെ ശരിയാണോ എന്ന് ആലോചിച്ച് നോക്കും. അതുപോലെ തന്നെ ആ കുട്ടിയുമായിട്ടുള്ള ബന്ധം ഉടനെ അതിന്റെ കുടുംബസമേതം എല്ലാവരും പുതിയ കുട്ടിയെ കാണാനായിട്ട് സന്ദർശിക്കാൻ പോയി. ഈ പരിപാടിയൊക്കെ നിർത്തുക ശരിക്കും, ആ കുട്ടിയുടെ ആരോഗ്യത്തെ കരുതി. ഇതുകൊണ്ടാണ് പണ്ട് കുട്ടി ജനിച്ച വീട്ടിലേക്ക് 10 ദിവസം 15 ദിവസമൊക്കെ ആൾക്കാർ പോവായിരുന്നത്. എന്താ വാലായ്മ എന്നൊക്കെ പറയുന്നല്ലേ? അവർ ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല, പൊതുരംഗത്തേക്ക് വരാൻ പാടില്ല. കാരണം ആ കുട്ടിയായിട്ട് അടുത്ത് ബന്ധപ്പെടുന്ന ആൾക്കാര്, ആ കുട്ടിയുടെ പ്രതിരോധ ശക്തി ഏറ്റവും കുറഞ്ഞ സമയമാണ്. അപ്പൊ പുറത്തു പോയി പല രോഗാണുക്കളുമായിട്ട് അവർ വരും. നമ്മൾ ഈ കോവിഡിന് മാത്രമേ ശ്രദ്ധിച്ചിട്ടില്ല, അല്ലാതെ തന്നെ ഒരു കുട്ടിക്ക് ഏറ്റവും പ്രതിരോധ ശക്തി കുറഞ്ഞിരിക്കുന്ന സമയത്ത് ആ കുട്ടിയെ എടുക്കുന്നവര്, കുട്ടിയായിട്ട് ഏറ്റവും അടുത്ത് ബന്ധപ്പെടുന്നവര് മറ്റുള്ളവരുമായിട്ട് അധികം സമ്പർക്കമില്ലാതിരിക്കുക. അതുകൊണ്ട് അവരധികം വെളിയിൽ പോകാറുന്നത്. അതുകൊണ്ട് ആ കുട്ടിയോടോ കുടുംബത്തോട് എത്ര സ്നേഹം ഉണ്ടെങ്കിൽ ഒരു 10-15 ദിവസം അല്ലെങ്കിൽ 1 മാസമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടിയെ കാണാൻ പോവുക. നിങ്ങളിങ്ങനെ എല്ലാവരും കൂടെ പോയി ചെന്നിട്ട് കുട്ടിയെ അങ്ങോട്ട് കൊണ്ടിലാളിച്ച അത് എന്നൊക്കെ പറഞ്ഞ് അതിനൊന്നും ചെയ്യേണ്ട. അതൊക്കെ സ്നേഹമൊക്കെ അവിടെ ഇരുന്നോട്ടെ. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഇത്തിരി കൂടുതൽ പല പരിഷ്കൃത നാടുകളൊന്നും അനുവദിക്കുക പോലും ഇല്ല കുട്ടി ഇത്ര ദിവസം കഴിയാതെ. ഹോസ്പിറ്റലിൽ തന്നെ വിടും തോന്നില്ല, ഒരു പ്രത്യേക സംരക്ഷണത്തിലാണ് നിഷ്ക്രമണം. അപ്പൊ നിഷ്ക്രമണം കഴിയുന്നത് വരെ. ഇനി അത് കഴിഞ്ഞാലോ മെല്ലെ മെല്ലെ പ്രകൃതിയായിട്ട് കുട്ടിയെ ഇണങ്ങി വളർത്തുകയും വേണം. അല്ലെങ്കിൽ പിന്നെ അപകടമാവും, ഒരു പ്രതിരോധ ശക്തി ഇല്ലാതെ വരും. ഇതും നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. സ്കൂളിലൊക്കെ നിന്നാൽ നല്ല രസമാണ് കാണാനായിട്ട്. രാവിലെ കുട്ടികളെ ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ട് വരും. LKG കുട്ടികളെ കൊണ്ടുവരും, UKG, അതൊക്കെ പിന്നെ സ്വാഭാവികമാണ്. 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും ഒക്കെ കുട്ടികളെ കൊണ്ട് കൈ പിടിച്ചുകൊണ്ട് വിടുന്നതും ഓക്കെ. 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെ പിടിച്ചു കൊണ്ടുവന്നാലോ, വാട്ടർ ബോട്ടിൽ തൊട്ട് എടുത്ത് പുസ്തകവും ചുമന്ന് ഗേറ്റിന്റെ അപ്പുറത്തേക്ക് അടുത്ത് വിടാത്ത കൊണ്ട്, അല്ലെങ്കിൽ അവർ ക്ലാസ് കൊണ്ടേ ആക്കിയേനെ. സത്യമാണ്. ഞാൻ ഇപ്പോഴും കൂടെ നമ്മുടെ സ്കൂളിൽ ഒരു കുട്ടിയുണ്ട്, +1 പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ആൺകുട്ടിയാണ്. അമ്മ ഇങ്ങനെ വിടുത്താണ്, തിരിച്ചിങ്ങനെ തിരിച്ചുകൊണ്ട് പോകണം. ആ കുട്ടി ഇങ്ങനെ ആരോടും മിണ്ടില്ല. നമ്മൾ സ്നേഹം എന്ന് പറഞ്ഞിട്ട് അവസാനം അവരെ നശിപ്പിച്ച് കളയുവാണ് അല്ലേ? ഒന്നിനോടും പ്രവർത്തിക്കാൻ അവർക്ക് നാളെ ഒരു സ്വന്തമായിട്ടൊരു കാര്യം പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് അവരെ നശിപ്പിച്ച് കളയും. അപ്പൊ എല്ലാത്തിനോടും ശരിക്കും പറഞ്ഞാൽ ഒരു പറ്റുമെങ്കിൽ ലൈൻ ബസ്, സ്കൂൾ ബസ് തന്നെ വിടരുത്. ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു 8ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് സ്വന്തം കയറി വരട്ടെ അവരെ. നമ്മളൊക്കെ എങ്ങനെയാണ് ജീവിച്ചത്? ബസ് പോലും ഇല്ല, ചിലപ്പോൾ നടന്നായിരിക്കും വന്നിരിക്കുന്നത്, കോളേജ് സ്കൂളിലൊക്കെ പോയിരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ കാലം മോശമാണ്, അങ്ങനെ പറ്റില്ലായിരിക്കും. പക്ഷേ കുറച്ചൊക്കെ ജനങ്ങളോട്ടൊക്കെ ഇടപഴകി അവർ ജീവിക്കണം. എന്തിനേറെ ഇപ്പൊ ഒരു 50 വയസ്സിന് മുകളിലേക്കുള്ള ആൾക്കാരൊക്കെ ജനിച്ചു തന്നെ വീട്ടിലായിരിക്കുമല്ലോ. അന്ന് ഹോസ്പിറ്റലൊന്നും ഇതുപോലെ കൊണ്ടുപോയിട്ടുണ്ടാവില്ലല്ലേ? അന്നത്തെ നമ്മുടെ കേരളത്തിലെ ഗ്രഹങ്ങളിലേക്ക് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. മിക്കവാറും കാർഷിക ഭവനങ്ങളായിരിക്കും അല്ലേ? ചാണകം മെഴുകിയ തറ, അതേപോലെ ടെറസ് വീടൊന്നും അല്ല, ഓലയോടൊക്കെ ആയിരിക്കും. ആ വീട്ടിൽ തന്നെ കുറെ കോഴിയും ആടും താറാവും പശുവും ഒക്കെ ഉണ്ടാവും, വൈക്കോലും ഒക്കെ. അങ്ങനെയൊക്കെ പിടിച്ച ഒരു അന്തരീക്ഷം അല്ലേ? അവിടെയൊക്കെ ഒരു റൂമിലായിരിക്കും പ്രസവിച്ചതിന് അവര് ജീവിച്ചിരിക്കുക, ആ കുട്ടികൾ ജനിച്ചിരിക്കുക. എന്നിട്ട് വളർന്നതോ ആ പൊടിയിൽ തന്നെ കിടന്ന്. അങ്ങനെ വളർന്ന കുട്ടികളൊക്കെ വളർന്നു വലുതായി 50-100 വയസ്സ് വരെ ഒരു വൈദ്യരെ പോലും ജീവിതത്തിൽ പോയി കണ്ടിട്ടുണ്ടാവില്ല. ആരോഗ്യവാന്മാരായിട്ട് ജീവിച്ചിട്ടുണ്ട്, ഒരു കുഴപ്പവും കൂടാതെ. ഇന്നത്തെ നമ്മുടെ മുത്തശ്ശിമാരോടൊക്കെ ചോദിച്ചു നോക്കൂ, ഒരു പ്രശ്നവും അവർക്ക് ഉണ്ടായില്ലല്ലോ, നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നു. 80 വയസ്സായ മുത്തശ്ശി ഇപ്പോഴും ഒരു കണ്ണാടി പോലും ഇല്ല, പത്രം വായിക്കുന്ന കണ്ടിട്ടുണ്ടാവും അല്ലേ? ഈ പ്രതിരോധ ശക്തിക്ക് ആരാ കൊടുത്തത്? അതുകൊണ്ട്
അതവർ ഇന്നത്തെ കുട്ടികൾ ജനിക്കുന്നത് AC റൂമിൽ, വളരുന്നതും അങ്ങനെ, ഇതുപോലെയൊക്കെ സ്കൂളിലും കോളേജിലും കൊണ്ടുവരാക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ മഴക്കാലത്തൊക്കെ പകുതി കുട്ടികൾ ക്ലാസ്സിലുണ്ടാവില്ലേ. ഒരു ശക്തമായിട്ടൊരു മഴ പെയ്താല് പിറ്റേ ദിവസം പകുതി കുട്ടികൾ പനിയാണ്. ഒന്ന് മാറാതെ തട്ടിയാൽ നമുക്കൊക്കെ അലർജിയാ പലർക്കും. ഒരു പ്രതിരോധ ശക്തി നമുക്ക് ആർക്കും ഇല്ലെന്ന്. കോവിഡ് കാലത്ത് കണ്ടല്ലേ നമ്മള്. ഇത് ശക്തി കുറഞ്ഞവർക്കാണ് ഏറ്റവും ബാധിച്ചതല്ലേ. നേരെ മറിച്ച് നല്ല കായികമായിട്ട് അധ്വാനിച്ച് ജീവിച്ചവർക്കൊന്നും ഒരു കുഴപ്പം വന്നിട്ടില്ല. അവരെ ബാധിച്ചിട്ട് ഇവന് ഇഞ്ചക്ഷൻ പോലും എടുക്കാൻ എത്രയോ പേരുണ്ട് ഇതിനൊന്നും. അപ്പോൾ പ്രകൃതിയായിട്ടൊക്കെ ഇണങ്ങി വരുത്താൻ ശ്രമിക്കുക. നിഷ്ക്രമണ സംസ്കാരം, ഇതാണ് 6ാമത്തത്. 7ാമത്തെ സംസ്കാരം അന്നപ്രാശം, ചോറോട്. അത് പിന്നെ നമ്മളൊക്കെ ചെയ്യുന്നതാണ് അന്നപ്രാശ സംസ്കാരം. നമ്മുടെ വീടിന്റെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലോ കുടുംബക്ഷേത്രത്തിലോ വെച്ചിട്ട് അന്നപ്രാശം ചെയ്യാൻ ശ്രമിക്കുക. ഈ തിരക്കുള്ള ക്ഷേത്രങ്ങളിലേക്ക് കുട്ടികളെ എഴുന്നള്ളിച്ച് പോകാതിരിക്കുക. കാരണം ഇത് ഫോട്ടോ എടുക്കൽ ചടങ്ങല്ല. പലരും അങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. അവിടെ ആകെ 2-3 മിനിറ്റേ കിട്ടുള്ളൂ അല്ലേ. ഇത് വളരെ വിസ്തരിച്ച് ചെയ്യേണ്ട ഒരു സദ്യവട്ടമൊക്കെ ഒരുക്കണം അന്നപ്രാശത്തിനെ. ചെറുത് ഓരോ അവിടെ ആചാര്യനുണ്ടാവണം, ഗുരുക്കന്മാരുണ്ടാവണം, ബന്ധുക്കളുണ്ടാവണം. എല്ലാവരുടെയും സാന്നിധ്യത്തില് ഓരോ അന്നവും കൊടുക്കുമ്പോൾ, ഇപ്പൊ അമ്മ മധുരമുള്ള അന്നം കൊടുക്കുമ്പോൾ പ്രാർത്ഥിക്കണം, എൻ്റെ കുട്ടി നല്ല മധുര സ്വഭാവമുള്ളതായി തീരട്ടെ. എരിവുള്ള അന്നം കൊടുക്കുമ്പോൾ പ്രാർത്ഥിക്കണം, എൻ്റെ കുട്ടി നല്ല ചൊടിയുള്ളതായി തീരട്ടെ. അങ്ങനെ ഓരോ അന്നത്തിനും പിന്നെ ഓരോ സങ്കല്പം ഉണ്ടേ. ഇതൊക്കെ ചെയ്ത് എല്ലാവരെയും പ്രാർത്ഥനയോടുകൂടിയാണ് അന്നപ്രാശം നടത്തേണ്ടത്. നിങ്ങൾ ഈ തിരക്കുള്ള സ്ഥലത്ത് ഈ 2 മിനിറ്റ് കിട്ടുമ്പോൾ ഇതെല്ലാം പറ്റുമോ? അതുകൊണ്ട് നിങ്ങൾക്ക് നേർച്ചയും പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് കൊണ്ടുപോയാൽ മതി, ഒരു കുഴപ്പമില്ല. ഈ 6 മാസമായ കുട്ടികളെയും കൊണ്ടൊന്നും ദീർഘയാത്ര ഒന്നും ചെയ്യാൻ പോരുത്. അന്നപ്രാശം. അപ്പൊ ഈ നാമകരണവും അന്നപ്രാശമൊക്കെ ചെയ്യുമ്പോൾ വൃദ്ധന്മാരെയൊക്കെ വിളിക്കാൻ മറക്കരുത്. വൃദ്ധന്മാർ 2 തരത്തിലുണ്ട്. ഒന്ന് ജ്ഞാനവൃദ്ധന്മാര്, ഒന്ന് പ്രായങ്ങൾ. അവരൊക്കെ അനുഗ്രഹം മേടിക്കണം. നല്ല ഓജസ്സുള്ളവരാവട്ടെ തേജസ്സുള്ളവരാവട്ടെ എന്നൊക്കെ അനുഗ്രഹിക്കാൻ കഴിവുള്ളവരാണല്ലേ. അപ്പൊ അവരൊക്കെ അനുഗ്രഹം. 8ാമത്തെ സംസ്കാരം കേശ സംസ്കാരമാണ്. കുട്ടിയുടെ മുടി നീക്കം ചെയ്യൽ. അത് ചെയ്യുക. അത് 10 മാസം കഴിഞ്ഞ് ചെയ്യാൻ പാടുള്ളൂ മിനിമം, അല്ലെ 1 വർഷം കഴിഞ്ഞ്. 3 വർഷത്തിനിടയിൽ ചെയ്തിരിക്കുകയും വേണം. പലരൊക്കെ 6ാം മാസത്തിൽ പളനി പോയി മുട്ടയടിച്ചുകൊണ്ട് വരുന്നതാണ്. അതൊന്നും ചെയ്യരുത്. മിനിമം 10 മാസം ഗർഭകാലത്ത് കഴിഞ്ഞ് അത്രയിലും കഴിയണം. അന്നത്തെ ദിവസം തന്നെ 9ാമത്തെ സംസ്കാരവും ചെയ്യാം. കർണവേദം, കാതുകുത്തൽ. ചിലർ നേരത്തെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ നമ്മുടെ ചിട്ടയനുസരിച്ച് ഷോഡശ സംസ്കാരത്തിൽ 9ാമത്തെ സംസ്കാരം ഇതാണ്, കർണവേദം. എന്തിനാ കാത് കുത്തുന്നത്? ഇവിടെ ഒരു നാഡിയുണ്ട്, മേധാനാഡി എന്നാ പറയുക. മേധാസൂക്തം അറിയില്ലേ? ഇല്ല, പഠിക്കണം കുട്ടികൾ. മേധാസൂക്തം പഠിച്ചതിനെ ഓർമ്മിക്കില്ലെന്നാണ് പറയാ, മേധ അല്ലേ. അപ്പോ മേധാസൂക്തം ദിവസവും ചെല്ലുന്നവർക്ക് ഓർമ്മശക്തി വർദ്ധിക്കും. അപ്പൊ ഈ മേധാനാഡിയുടെ സ്ഥാനമാണ് അത്ര ഇത്. അപ്പൊ ഈ കാത് കുത്തുമ്പോൾ തീർച്ചയായും ഒരു ആഭരണം കഴിഞ്ഞാൽ ഇത് എപ്പോഴും നല്ല ചലിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ജനിച്ച കുട്ടികളുടെ ചെവി അമ്മമാരെ ഇടയ്ക്കിടയ്ക്ക് മസാജ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത്. ഈ മേധ ഉണരാൻ വേണ്ടിയാണ്. അധ്യാപകർ കുട്ടികളെ ചെവിക്ക് പിടിക്കാൻ കാരണം ഇതായിരുന്നു. ഇന്നൊക്കെ പിടിച്ചാൽ കേസാണ്, അതുകൊണ്ട് അവർ ചെയ്യാതിരിക്കുന്നതാണ്. സംശയമുണ്ട്. കുട്ടികളെ കോട്ടുവായൊക്കെ ഇടും, രാവിലെ എഴുന്നേറ്റിട്ട് പഠിക്കുമ്പോൾ ഇങ്ങനെ എന്തൊക്കെ ഇവിടെ പിടിച്ചു തന്നെ ചെയ്താൽ മതി, ഇവിടെ ഒന്ന് പിടിച്ച് തിരുമിക്കോളൂ, എല്ലാ ആലസ്യവും പോകും. മേധ ഉണരും. ഇതറിയാവുന്നതുകൊണ്ടാണ് പണ്ട് പുരുഷന്മാരും കാത് കുത്തിയിരുന്നത്. പണ്ടെല്ലാ പുരുഷന്മാരും മുതിർന്നവരെല്ലാവരും കാത് കുത്തിയിട്ടുണ്ടാവും അല്ലേ. അവർക്കത് അറിയാമായിരുന്നു. ഇന്നും ചില പുരുഷന്മാരൊക്കെ കുത്തുന്നുണ്ട്, പക്ഷെ കുത്തുവാണെ 2 കാതും കുത്തണം. ഇതൊരു കാതും കുത്തി കടുക്കനോട്ട് നടക്കുന്നത് കാണാം. ഏതോ സിനിമയിലൊരു കോമാളി കാണിച്ചെന്നും പറഞ്ഞു. കുത്തുവാണെ 2 കാത് കുത്തണം, അല്ലെ കുത്താതിരിക്കണം അല്ലേ. അതാണ് കാരണം. ഇതിന്റെ തത്വം ഇതാണ്, ശാസ്ത്രം ഇതാണ്. നന്നായിട്ട് കുത്തരുത്, 2 കുത്തും. അപ്പോ കർണവേദം. 10ാമത്തെ സംസ്കാരം ഉപനയനം. കുട്ടിയെ ഉപനയിക്കുകയാണ്, ഗുരുവിന്റെ സമീപത്തേക്ക് നയിക്കുകയാണ്. അവിടെ ഗായത്രി ഉപദേശിച്ചു കൊടുക്കുക. അതാണ് എൻ്റെ ഉദ്ദേശം പ്രധാനം. ചില സമുദായങ്ങൾ അവരുടെ ചിഹ്നങ്ങളൊക്കെ ധരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഗായത്രി ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എല്ലാവർക്കും ഉപദേശിക്കുക. ഒരു ഗുരു ഉപദേശിച്ചു കൊടുക്കണം. നമ്മുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കാൻ സൂക്ഷ്മമായുള്ള മന്ത്രമാണ്.
അത് പരമാവധി ചൊല്ലുക. അങ്ങനെ ബുദ്ധിയൊക്കെ കൂടുതൽ സൂക്ഷ്മമാവുമ്പോൾ 11ാമത്തെ സംസ്കാരം വേദാരംഭം. കുട്ടിയെ ഗുരുകുലത്തിലാക്കാം. ഇന്ന് ഗുരുകുലമൊന്നും ഇല്ലാത്തതുകൊണ്ട് വിദ്യാരംഭം ബ്രാക്കറ്റിൽ എഴുതണം. അപ്പൊ അവിടെ ഇതുപോലെ നാവിൽ പ്രണവമന്ത്രം ആദ്യം എഴുതുന്നു. പിന്നീട് അക്ഷരത്തിൽ ഹരിശ്രീ ഗണപതയേ നമഃ. ഇത് തന്നെ എഴുതണേ. ഇന്ന് പാർട്ടി ഓഫീസിലും പത്ര ഓഫീസിലും ഒക്കെ എഴുത്തിനിരുത്താൻ കൊണ്ടുപോകുന്ന കാലമാണ്. എന്താ എഴുതാമെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ മുഴുവൻ സ്വരങ്ങളുടെയും വ്യഞ്ജനങ്ങളുടെയും റെപ്രസെന്റേഷനാണ് ഈ 10 അക്ഷരങ്ങൾ. ഇത് എഴുതിയാൽ മുഴുവൻ അക്ഷരം എഴുതുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് ഇത് എഴുതാൻ പറയുന്നത്. ഇതാണ് വേദാരംഭം. പിന്നീട് പിന്നെ 12ാമത്തെ സംസ്കാരം സമാവർത്തനം. ഗുരുകുലത്തിലൊക്കെ പണ്ടാക്കിയാൽ ആ ഗുരുകുലം വിട്ട് തിരിച്ചു പോരുന്നതിനെയാണ് സമാവർത്തനം. അപ്പൊ ചെയ്യേണ്ട കുറെ പ്രതിജ്ഞയുണ്ട്. തൈത്തരീയ ഉപനിഷത്ത് എന്നൊരു ഉപനിഷത്തുണ്ട്. പഠിച്ചിട്ടുണ്ടോ? അത് പഠിക്കണം. മലയാളത്തിലൊക്കെ കിട്ടും. അത് മുഴുവൻ ഈ തൈത്തരീയ ഉപനിഷത്തിൽ മിക്കവാറും ഇത് തന്നെയാണ്. ശിക്ഷാവല്യൊക്കെ ഉണ്ട്. ഗുരുകുലം വിട്ടുപോരുമ്പോൾ ചെയ്യുന്ന പ്രതിജ്ഞയൊക്കെ അവിടെയാണ്. സത്യം മതാധർമ്മം ചരാമാതു ദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യ ദേവോ ഭവ. ഇതൊക്കെ ചൊല്ലി ഗുരുവിന് വാക്കുകൊടുത്ത് ഇനി ഞാൻ ഗൃഹസ്ഥാശ്രമത്തിലേക്കൊക്കെ പോകാം, അങ്ങനെയൊക്കെ ജീവിച്ചോളാം എന്ന് പ്രതിജ്ഞ ചെയ്ത് ഗുരുവിന് ദക്ഷിണ കൊടുത്ത് ഇറങ്ങുന്ന ചടങ്ങിനെയാണ് സമാവർത്തനം അഥവാ കോൺവെക്കേഷൻ എന്ന് പറയുന്നത്. അന്നത്തെ ഭാഷയിൽ കോൺവെക്കേഷൻ. ഇതോടെ 12 സംസ്കാരവും കഴിഞ്ഞു. ബ്രഹ്മചര്യ ആശ്രമവും കഴിഞ്ഞു. പിന്നീട് അവർ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. അതിന് പ്രാഥമികമായിട്ട് വിവാഹം ഗൃഹസ്ഥാശ്രമം. അവിടുത്തെ ധർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുക. അതിനുശേഷം വാനപ്രസ്ഥത്തിലേക്ക് കടക്കുന്നു. അത് കഴിഞ്ഞാൽ വാനപ്രസ്ഥം കഴിഞ്ഞാൽ സന്യാസം കഴിഞ്ഞാൽ അന്ത്യേഷ്ടി. ഈ ശരീരം അഗ്നിക്ക് സമർപ്പിക്കുന്ന ചടങ്ങ്. ഇതാണ് 16 സംസ്കാരങ്ങൾ. അപ്പൊ ഇവിടെ നമ്മൾ ദ്വിതീയം ജന്മം വരെയാണ് കണ്ടത്. ഇനി നമുക്ക് ഇതിന്റെ വെളിച്ചത്തിൽ നമുക്ക് അടുത്ത സംസ്കാരത്തെ അടുത്ത മന്ത്രത്തെ 4ാമത്. സോ അസ്യായമാത്മാ അഭ്യഃ പുണ്യേഭ്യഃ കർമ്മഭ്യഃ പ്രതിധീയതേ അഥാസ്യ അയം ഇതര ആത്മാ കൃതകൃത്യോ വയോഗത പ്രൈതി സ ഇദഃ പ്രയന്നേവ പുനർജായതേ തദസ്യ തൃതീയം ജന്മ സോ അസ്യായമാത്മാഭ്യഃ അങ്ങനല്ലേ? പുണ്യം. സോ അസ്യായമാത്മാ പുണ്യേഭ്യഃ പുണ്യേഭ്യ കർമ്മഭ്യഃ പ്രതിധീയതേ അഥാസ്യ അയമിതര ആത്മാ കൃതകൃത്യോ വയോഗത പ്രൈതി സ ഇതര പ്രയന്നേവ പുനർജായതേ തദസ്യ തൃതീയം ജന്മ. അപ്പൊ ഈ ശിശു അത് കുമാരനാവാം കുമാരിയാവാം, അവന്റെ അച്ഛന്റെയും അമ്മയുടെയും പുണ്യേഭ്യ കർമ്മേഭ്യ പ്രതിധീയതേ പുണ്യകർമ്മങ്ങളെ, വിശിഷ്ടങ്ങളായ കർമ്മങ്ങളെ പ്രതിനിധീകരിക്കുന്നു. എന്താണ് പുണ്യകർമ്മങ്ങൾ പ്രതിനിധീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാല് മനുഷ്യജന്മം ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ആചരിക്കാനുള്ളതാണ്. ഇതര ജീവജാലങ്ങളിൽ നിന്നും ഭിന്നമാണത്. വാസ്തവത്തില് മനുഷ്യജന്മത്തെ നമ്മുടെ ചരമജന്മം എന്നാണ് പറയുന്നത്. ഇതിനപ്പുറം വേറൊരു ജന്മമില്ലേ. അനേക ജന്മങ്ങളുടെ കടന്നു വന്നതാണ് ഈ ഒരു ജന്മം. ഇനി ഒരു ജന്മം ഉണ്ടാവാതെ നോക്കാൻ കഴിയുന്നതാണ് മനുഷ്യജന്മത്തിന്റെ സവിശേഷത. ജന്തൂനാം നരജന്മ ദുർലഭം. നരജന്മം എന്ന് പറഞ്ഞാൽ ദുർലഭമാണ്.
ഒരിക്കൽ വന്നു കഴിഞ്ഞാലോ പിന്നെ ഒരിക്കലും നമ്മൾ വ്യർത്ഥമാക്കരുത്. ദുർലഭം ത്രയമേതത്. 3 കാര്യങ്ങളാണ് ഏറ്റവും ദുർലഭമായിട്ടുള്ളത്. എന്തൊക്കെയാണ്? മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാപുരുഷ സംസർഗം. മനുഷ്യജന്മം കിട്ടിയിട്ട് മാത്രം കാര്യമില്ല, മനുഷ്യത്വം വേണം. അതിന് വേണ്ടത് സത്സംഗത്തിലുള്ള അവസരമാണ്. ഇത് 3. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ജന്മം കിട്ടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ദൈവാനുഗ്രഹമാണ്. മനുഷ്യനായി ജനിച്ചതുകൊണ്ടല്ല, മനുഷ്യത്വവും. അപ്പൊ വിവേകത്തിൽ നിന്ന് മാത്രമേ ത്യാഗബുദ്ധി ഉണ്ടാവുള്ളൂ. ത്യാഗബുദ്ധിയിൽ നിന്നാണ് ജ്ഞാനം ഉണ്ടാവുക. അപ്പൊ മനുഷ്യത്വം, മുമുക്ഷുത്വം, ആ പരമാത്മപ്രാപ്തി നേടണമെന്നുള്ള ആഗ്രഹം വേണം. മഹാപുരുഷ സംസർഗം, ആത്മസാക്ഷാത്കാരം നേടിയ മഹാപുരുഷന്മാരുമായി ആശയവിനിമയം ചെയ്യുവാനുള്ള അവസരമുണ്ടാവും. ഏതെങ്കിലും ഒരു നമുക്ക് മനസ്സിന് യോജിക്കുന്ന ആരെങ്കിലുമായിട്ട്, ഒരു മഹാത്മാക്കൾ ആരെങ്കിലുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവും. എന്തെങ്കിലും ജീവിതത്തിൻ്റെ ഒരു വിഷമോ ബുദ്ധിമുട്ടോ സംശയങ്ങളോ ഒക്കെ വരുമ്പോൾ അവരെ വിളിച്ച് സംസാരിക്കുക. അത്രയേ ഉള്ളൂ. മനുഷ്യനിലെ എന്തെങ്കിലുമൊക്കെ ഇല്ലേ, തീർന്നു, പ്രശ്നം കഴിഞ്ഞു, ഒന്ന് വിളിച്ചാൽ 5 മിനിറ്റ് സംസാരിക്കും. ആ ഒരു ബന്ധം എപ്പോഴും നമുക്കുണ്ടാവണം. അതായത് നമ്മളെ മനസ്സിലാക്കുന്നവരുമായിട്ട്. ഇനിയിപ്പോ ചില സമയത്ത് അവരെ നേരിട്ട് കാണാൻ സാധിച്ചില്ലെങ്കിലോ അവരെ ഗ്രന്ഥങ്ങളുമായിട്ട് പരിചയം, അത് നമ്മളെ സമുദ്രിക്കും അല്ലേ. അപ്പൊ ഈ മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാപുരുഷ സംസർഗം, ഇതിനെയൊക്കെ പ്രതിനിധീകരിക്കുന്നതാണ് ഇവിടെ അയം ആത്മാ പുണ്യേഭ്യ കർമ്മേഭ്യ എന്ന് പറയുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും ശ്രേഷ്ഠമായ സംസ്കാരത്തെ അവർ മക്കളിലൂടെ കൈമാറ്റം ചെയ്യുകയാണ്. അപ്പൊ നവോത്ഥാനം ഉദ്ഘാടനം ചെയ്തതായ ഏത് മണ്ഡലത്തിലെയും ജനങ്ങളുടെയൊക്കെ പിന്നില് നമുക്ക് ശ്രേഷ്ഠമായ മതത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ആർഷ സമ്പ്രദായം. അങ്ങനെ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിനായി അയാളുടെ സ്ഥാനത്ത് നിയോഗിക്കുന്നു. അതായത് സനാതനധർമ്മത്തെ അനുഷ്ഠിക്കുവാൻ നിയോഗിക്കുന്നു എന്നർത്ഥം. അങ്ങനെ ബാല്യത്തിൽ തന്നെ അച്ഛനമ്മമാർ നല്ലൊരു സംസ്കാരത്തെ മക്കളിലേക്ക് പകരണം. കാരണം ആ അവസ്ഥയിൽ ഉണ്ടാവുന്നതായ സംസ്കാരമായിരിക്കും പിന്നീട് അവരെ സ്വാധീനിക്കുക. ചെറുപ്പത്തിൽ കിട്ടുന്നത് ചൊട്ടയിലെ ശീലം ചടല വരെ എന്ന് പറയാറില്ലേ. അപ്പൊ ആ ജനിക്കുന്ന സമയത്ത് കൊടുക്കുന്നത് ആ ചെറുപ്പത്തിൽ കിട്ടുന്നത്. അച്ഛനും അമ്മയും മക്കളിൽ നിന്നൊട്ടും വ്യത്യസ്തമല്ല. അതുകൊണ്ടാണ് ആത്മോവൈ പുത്ര എന്ന് പറയുന്നത്. ഞാൻ തന്നെയാണ് പുത്രൻ, ഞാൻ തന്നെയാണ് പുത്രി. അതുകൊണ്ടാണ് ചിലരൊക്കെ കുട്ടികളൊക്കെ പരീക്ഷ എഴുതാൻ പോകുമ്പോഴൊക്കെ അച്ഛനമ്മമാർക്ക് ടെൻഷൻ മുഴുവൻ. കാരണം എന്താണ്? തന്റെ എക്സ്റ്റൻഷനാണല്ലേ ഞാൻ തന്നെ എന്ന ചിന്ത. ചില അമ്മമാരൊക്കെ കുട്ടികളുടെ എക്സാമൊക്കെ കഴിയുന്നത് വരെ പൂജാമുറിയിൽ നിന്ന് ഇറങ്ങില്ല. ചില ലളിതാ സഹസ്രനാമൊക്കെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. നല്ലതാണ്. കാരണം എന്താണ്? നല്ല ഭാവനയാണ്. കാരണം അല്ലെങ്കിൽ പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുവേ. അപ്പൊ അതിനേക്കാൾ നല്ല ശ്രേഷ്ഠമായി തന്റെ എക്സ്റ്റൻഷനാണ് അവിടെ ഇരുന്ന് പരീക്ഷ എഴുതുന്നല്ലേ. അപ്പൊ അമ്മയ്ക്ക് നല്ല ചിന്തയാണെങ്കിൽ മക്കളെ സ്വാധീനിക്കും അത്. അങ്ങനെ കുട്ടി മുന്നോട്ട് വളരുന്ന സമയം അതസ്യ അയം ഇതര ആത്മാ, അവർ അവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ച് മുന്നോട്ട് പോകുവാൻ തുടങ്ങിയാൽ പിന്നെ അവരെ സ്വതന്ത്രമായിട്ട് മുന്നോട്ട് വിടുക. പക്ഷികളൊക്കെ കണ്ടിട്ടില്ലേ, ഒരു പറക്ക പറ്റുന്നവരാ കഴിഞ്ഞ പിന്നെ അങ്ങോട്ട് വിട്ടേക്കും. പിന്നെ അവരെ നോക്കി ഭരിക്കാൻ നടക്കരുതെന്ന്. അതാ പറഞ്ഞത്, ഒരു പ്രായമായി കഴിഞ്ഞാൽ ആധാരക്കെട്ടും താക്കോൽ കൂട്ടും ഒക്കെ അങ്ങോട്ട് കൊടുത്ത് അനുഗ്രഹിക്കണം. ഇത്രയും നാള് ഞാൻ നോക്കി ഇതൊക്കെ നടത്തി, ഇനി നിങ്ങൾ നോക്കി നടത്തണം. അതാണ് ആ സന്ദേശം കൊടുക്കേണ്ടത്. ഗൃഹസ്ഥ ആശ്രമം എന്നാ പറയണത് അല്ലേ. അതാ ആശ്രമം. എന്താ ആശ്രമത്തിന്റെ അർത്ഥം? ആശ്രമം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആ ശ്രമം, പരിശ്രമിക്കാനുള്ള ഘട്ടം എന്നാണ്. നമ്മള് 3-4 ആശ്രമങ്ങൾ എന്നാ പറയുന്നത് അല്ലേ. അവിടെ തന്നെ നിൽക്കാനല്ല. ബ്രഹ്മചര്യ ആശ്രമമാണ്, അവിടെ നിന്നിട്ട് ഉയർന്നു പോകണം അടുത്തയിലേക്ക്. ഗൃഹസ്ഥ ആശ്രമമാണ്, അവിടുന്ന് വാനപ്രസ്ഥത്തിലേക്ക് പോകണം അല്ലേ. അപ്പൊ ഇങ്ങനെ പരിശ്രമിച്ചു വരാനുള്ള ഘട്ടം. ശ്രമമൊന്നും ഇല്ലാത്ത അവസ്ഥയും ആശ്രമം എന്ന് പറയാം. എല്ലാ ശ്രമങ്ങളും അവസാനിപ്പിച്ച
അപ്പൊ ഇതിന്റെയൊക്കെ ആത്യന്തികമായ അർത്ഥം എന്താണ്? അവസാനം നമ്മളെല്ലാ ശ്രമവും വിട്ടിട്ട് അവസാനം നമ്മളെല്ലാ ശ്രമവും വിട്ടിട്ട് പരിപൂർണയിലേക്ക് ലയിച്ചു ചേരണം. അതിനുള്ളിൽ നിൽക്കുന്ന പരിശീലന കളരികളാണ് ശരിക്കും ഈ ആശ്രമങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഒരു ഘട്ടം കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമ ധർമ്മമൊക്കെ വിട്ട് നമുക്ക് ഇതൊക്കെ ഏൽപ്പിച്ച് നമ്മുടെ ജന്മത്തിന്റെ ഉദ്ദേശം സാധിക്കണം. അല്ലെങ്കിൽ ഇവിടുന്ന് വിട്ടിട്ട് പോകാൻ നമുക്ക് തോന്നാത്ത അതുകൊണ്ടാണല്ലേ. അയ്യോ, ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ സാമ്രാജ്യം ആര് നോക്കും, അത് നോക്കും, ഇത് നോക്കും. അവസാന ചിന്ത അത് തന്നെ വരും. പിന്നീട് സന്യാസം എന്ന് പറയുന്നത് സ്റ്റേജിലിരുന്ന് ശരീരം വെട്ടണം എന്ന് പറയുന്നത് അതാണ്. എല്ലാം പരിപൂർണമായിട്ട് വിട്ടുള്ളൊരവസ്ഥ. സന്യസിക്കുകയാണ്. അതിനെ കാവ്യധരിക്കണം എന്നോ രുദ്രാക്ഷരണമെന്നോ ഒന്നും പറഞ്ഞില്ല. മനസ്സുകൊണ്ട് സന്യാസം വരണം. അതിന്റെ ട്രെയിനിങ് ആണ് വാനപ്രസ്ഥത്തിൽ. വാനപ്രസ്ഥത്തിൽ ഒരു ബ്രിഡ്ജാണ്. ഗൃഹസ്ഥാശ്രമം മെല്ലെ വിടുക, എന്നാൽ സന്യാസത്തിലേക്ക് എത്തിയിട്ടുമില്ല. ഇതിന് നമ്മളൊരു ബ്രിഡ്ജ് അല്ലേ. അപ്പൊ പരമാവധി സേവനങ്ങളൊക്കെ ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വാസനകളൊക്കെ കൊഴിഞ്ഞു പോകും. അങ്ങനെ ഓരോ വാസനയും കൊഴിയുന്നതനുസരിച്ച് അന്ധകരണ ശുദ്ധി വരും. അങ്ങനെ ഒരു സ്റ്റേജ് വളർന്ന് ഒരു സ്റ്റേജ് എത്തുമ്പോൾ പൂർണ്ണമായിട്ടും എല്ലാം വിട്ടു എന്ന് ആന്തരികമായിട്ട് നമുക്ക് വരുന്ന അവസ്ഥയാണ് സന്യാസം. 15ാമത്തെ സംസ്കാരം. കത്തിച്ചു വെച്ച ഒരു നിലവിളക്ക് പോലെ വീട്ടിലിങ്ങനെ ഐശ്വര്യമായിട്ട് നമ്മളങ്ങനെ ഇരിക്കണം. ആ സ്റ്റേജിൽ നമ്മുടെ വായിൽ നിന്ന് വരുന്നത് ഭഗവാന്റെ നാമം മാത്രം, ചെയ്യുന്നത് ഭഗവാന്റെ പൂജ മാത്രം. ഇതാണ് സന്യാസം. പ്രായമായൊരു മുത്തശ്ശനോ ഇങ്ങനെയാണ് വീട്ടിൽ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ മക്കൾക്കും പേരക്കുട്ടികൾക്കും ഏറ്റവും സന്തോഷവും ആശ്വാസമായിരിക്കും അല്ലേ. ഇന്നിങ്ങനെയാണോ പല മുത്തശ്ശന്മാരും ഇരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ടാണ് മക്കൾക്ക് പലപ്പോഴും ഭാരമായിട്ട് തോന്നുന്നത്. മക്കളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇങ്ങനെ ഒരു മുത്തശ്ശനോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആരും മക്കൾ വീതം, ഇപ്പൊ 2 മക്കളുണ്ടെങ്കിൽ പറയുക എന്നെ കൊണ്ട് തന്നെ നോക്കാൻ പറ്റില്ല, 6 മാസം നീ നോക്കൂ, 6 മാസം ഞാൻ നോക്കൂ എന്നൊക്കെയാ പറയുക. പക്ഷെ ഇങ്ങനെയാണെങ്കിൽ ആരും നമ്മളെ വിട്ടുകൊടുക്കില്ല. എൻ്റെ മുത്തശ്ശൻ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ എൻ്റെ കൂടെ തന്നെ വേണം, എൻ്റെ മക്കൾക്കും എൻ്റെ പേരക്കുട്ടികൾക്കും ആശ്വാസം എന്ന് പറഞ്ഞ് മക്കൾ നമുക്ക് വേണ്ടി വാദിക്കും തീർച്ചയായിട്ടും. അഥവാ നമ്മളൊന്ന് കിടപ്പായി കഴിഞ്ഞാൽ നമ്മളെ ശുശ്രൂഷിക്കുന്ന പോലും ഒരു ഭാഗ്യമായിട്ട് അവർ കാണും. ഹോം നേഴ്സിനൊന്നും വിളിക്കില്ല. ഇന്നിപ്പോ ഒരു ദിവസം നോക്കി കഴിഞ്ഞാൽ പലർക്കും മോഹം മാറൂല്ലേ. നമ്മുടെ ജീവിതചര്യ കൊണ്ട് നമ്മൾ അങ്ങനെ ആക്കണം. നോക്കൂ, ആർക്കും നാളെ ഈ സ്ഥിതി വരും. ഇത് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം ചിട്ടപ്പെടുത്തി നമ്മൾ പോവേണ്ടത്. അല്ലാതെ എന്നും ഇങ്ങനെ അടക്കി ഭരിച്ച് താക്കോൽ കൂട്ടം താഴെ വെക്കില്ല, അതും വെക്കില്ലേ. നീ എന്താ എന്നോട് ചോദിക്കുക, അത് ചെയ്തത് എന്ത് ചെയ്ത് എന്നിങ്ങനെ ചോദിച്ചു നടന്നാലോ പിന്നെ അവരെങ്ങനെയാണ് സ്വതന്ത്രമായിട്ട് നിൽക്കുക? കൃതകൃത്യത എന്ന് പറഞ്ഞൊന്ന് വരണം. ചെയ്യേണ്ടതൊക്കെ ചെയ്ത് തീർത്തു എന്നൊരു തൃപ്തി വരണം. നമുക്ക് ഒരു സ്വാസ്ഥ്യം തോന്നണം. പിന്നെ ഒരു കാര്യത്തിലും അനാവശ്യമായിട്ട് ഇടപെടാൻ പോകരുത്. കാരണം അവർ ലോകത്തിൽ നിലനിന്നു വരുന്നതായ തുടർച്ച നിലനിർത്തിയെന്ന് മാത്രമല്ല, വിശിഷ്ടമായ സംസ്കാരത്തെ കൈമാറ്റം ചെയ്തു. എന്താണ്? കൃതകൃത്യോ വയോഗത പ്രൈതി. ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് വാർദ്ധക്യത്തിലെത്തി. പ്രൈതി. പിന്നെ ശരീരം വിട്ടുപോകും. ഈ ശരീരം വിട്ടുപോകുന്നു എന്നൊക്കെ ഉള്ളത് സാങ്കേതികമായി പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവൻ മുക്തയായി. ശരിക്കും ആ സന്യാസത്തിൽ വന്ന ജീവൻ മുക്ത അവസ്ഥയാണ് പറയുന്നത്. ഈശ്വര സാക്ഷാത്കാരം അവിടെ തന്നെ കേട്ടോണം നമുക്ക്. പ്രൈതി. പ്രയന്നേ ഇവ. ഈ ശരീരത്തെ വിട്ട് പുനർജായതേ. അല്ലാത്തവര്, ഇത് അറിയാതെ പോകുന്നവരെന്തേ പുനർജായതേ, അവർക്ക് വീണ്ടും പുനർജന്മം ഉണ്ടാവും. അപ്പൊ പുനർജന്മം ഉണ്ടോ എന്നാരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇത് പ്രമാണമാണ്. ഇതറിയാതെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? വീണ്ടും അടുത്ത കാരണം ഈ സംസ്കാരം കൊണ്ടാ പോകുന്നത്. ആധികാരികമായ ഹൈന്ദവ സാഹിത്യത്തിന്റെ പ്രമാണമാണിത് പുനർജന്മത്തിന്. രാമായണവും മഹാഭാരതവും ഒക്കെ എത്രയോ കാലമായിട്ട് നമ്മുടെ മനസ്സിൽ രൂഢമാണ്. അതിന്റെ 10 മടങ്ങ് പ്രാധാന്യമാണ് ഉപനിഷത്ത് സാഹിത്യത്തിലുള്ളത്. അപ്പോൾ ഇതിനെ ആസ്പദമാക്കിയാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ പറയുന്നത്. പലപ്പോഴും നമ്മൾ ഈ പുരാണ ഇതിഹാസമൊക്കെ പ്രമാണമായിട്ട് പറയൂല്ലേ. പക്ഷെ ഇതാണ് പ്രമാണം, ആധികാരികത. ഇപ്പൊ ഒരു വക്കീല് കോടതിയിൽ തന്റെ കക്ഷിക്ക് വേണ്ടി വാദിക്കുന്ന സമയത്ത് മുൻപ് നടന്നുള്ള വിധികളൊക്കെ ഉദ്ധരിക്കും.
സമാന കേസിൽ ഇന്ന വർഷം ഇന്ന വിധി വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് ആധികാരികമാവും. അപ്പൊ അതിന് വിലയുണ്ടാവും അല്ലേ? അപ്പൊ ഇത് വേദത്തെയാണ് പറയുന്നത്, ഇതാണ് പ്രമാണം. അപ്പൊ ലൈംഗിക പ്രക്രിയയായിരുന്നു ഒന്നാമത്തെ ജന്മം. കുട്ടിയെ പ്രസവിക്കുന്നത് രണ്ടാമത്തെ ജന്മം. പിന്നീട് അവൻ വളർന്ന്, പിന്നെ കുട്ടിയുടെ കാര്യമല്ല പറയുന്നത്, അവന്റെ അച്ഛനും അമ്മയും വളർന്ന് ഈ ശരീരത്തെ ഉപേക്ഷിച്ച് വീണ്ടും പുനർജനിക്കുന്നു. ഇത് മൂന്നാമത്തെ ജന്മം. അടുത്ത ശരീരത്തിലേക്ക് പോകുന്നത് മൂന്നാമത്തെ, ഈ ശരീരം വിട്ടു പോകുന്നത് മൂന്നാമത്തെ ജന്മം. ഇതൊരു ശൃംഖലയാണ് വാസ്തവത്തില്. മനുഷ്യജന്മം ഇതോടുകൂടി കഴിയുന്നില്ല, വീണ്ടും തുടരുന്നു. അതുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന പുത്രൻ അന്ത്യം വരെയും പിതൃക്കൾക്ക് ശ്രാദ്ധാദികർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം അവന്റെ അച്ഛന്റെയും അമ്മയുടെയും ആത്മാവ് തന്നെയാണ് അവൻ. അവരിൽ നിന്നും വ്യത്യാസമില്ല. അതുകൊണ്ട് ഈ അച്ഛനും മക്കളും അല്ലെങ്കിൽ അമ്മയും ഒന്നാണെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഈ സംസ്കാരമൊക്കെ ചെയ്യുന്നത്. അവരുടെ മരണം അവന്റെ മൂന്നാമത്തെ ജന്മമായിട്ട് അവതരിപ്പിക്കുകയാണ്. അതായത് കഴിഞ്ഞ ജന്മത്തിലെയും ഇപ്പോഴുള്ള ജന്മത്തിലെയും വരാൻ പോകുന്ന ജന്മത്തിലെയും തമ്മിലുള്ള ഒരു സുദൃഢമായ ബന്ധത്തെയാണ് മഹീദാസ ഋഷി ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ജനനവും മരണവും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ബാക്കി എന്തൊക്കെ ഉണ്ടെങ്കിലും അവരുടെ സ്മരണ തന്നെ നമുക്കൊരു പ്രചോദനമാണ്. ബാക്കി എന്തൊക്കെ നേടിക്കഴിഞ്ഞാലും അവരുടെ അച്ഛനും അമ്മയ്ക്കും സമാനമായിട്ട് ഒന്നുമില്ല. കാരണം സത്യത്തെ സാക്ഷാത്കരിക്കുവാനുള്ള ഒരു വിശിഷ്ട ശരീരം തനിക്ക് തന്നു എന്നുള്ളത്. ഇനി ഒരു ജന്മം ഇല്ലാതിരിക്കുന്നതിനുള്ള സംസ്കാരം നമുക്ക് തന്നു. ഇത് നമ്മുടെ മൂന്നാമത്തെ ജന്മമായിട്ട് കരുതുക. ഇനി 2 മന്ത്രം കൂടി ഉണ്ടില്ലാത്ത നമുക്ക് നാളെ കാണാം. നാളെ നമുക്ക് ബോണസായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു ദിവസമാണ്. ഇത് പറഞ്ഞതിന് ശേഷം ഇതിന് വളരെ പ്രധാനപ്പെട്ട 2 മന്ത്രം തന്നെയാണ്, എന്നാലും പ്രധാന ഭാഗം കഴിയും. പിന്നെയാണ് നമുക്ക് നാളെ അതിവിശിഷ്ടമായ മഹാവാക്യം, ഐതരേയ ഉപനിഷത്തിന്റെ പ്രഖ്യാപനം, ഋഗ്വേദത്തിലെ പ്രസിദ്ധമായ ആ മഹാവാക്യം നാളെ നമുക്ക് പഠിക്കും. ഒരു മഹാവാക്യെങ്കിലും പഠിച്ചാൽ അത്രയും നല്ലതല്ലേ? അതെങ്ങനെയാണ് വന്നത്, അതിൻ്റെ അർത്ഥം നമുക്ക് വിചാരം ചെയ്യാവുന്നതാണ്. ശരി. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.